ഒരു ഭാഗം വായിച്ച് ഈ കൂടി വന്നിരിക്കുന്ന ജനത്തോടായ എനിക്കുള്ള സന്ദേശം ആ ദൈവവചനത്തിലൂടെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനർത്ഥമായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 3 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവരുടെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ സകലം പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. 22-ാം അധ്യായത്തിൽ നിന്നും ഒരു വാക്കുകൂടെ വായിക്കുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിരിക്കും, അവരുടെ ദാസന്മാർ അവരെ ആരാധിക്കും, അവർ അവരുടെ മുഖം കാണും, അവരുടെ നാമം അവരുടെ നെറ്റിയിലുണ്ടായിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല, ദൈവമായ കർത്താവ് അവരുടെ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഈ തിരുവചന ഭാഗം നാം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന 7 നൂതനമായിട്ടുള്ള അവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ, വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതെല്ലാം ശാപങ്ങൾ, ഏതെല്ലാം ദോഷങ്ങൾ മനുഷ്യവർഗത്തിൽ ഉണ്ടായോ ആ ശാപങ്ങളും ദോഷങ്ങളും എല്ലാം അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ പ്രാപിച്ച ദൈവജനത്തിന് ലഭിക്കുവാൻ പോകുന്ന 7 നൂതനങ്ങൾ, 7 അനുഗ്രഹങ്ങൾ ആണ് നമുക്ക് ഉപസംഹരിക്കട്ടെ. അവർ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം, നോ മോർ ഡെത്ത്, നോ മോർ മോർണിംഗ്, നോ മോർ ക്രൈം, no more pain, no more haze, no more night, no more old things. ഈ മരണം ഉണ്ടാകില്ല, ഈ ഞരക്കങ്ങൾ ഉണ്ടാകില്ല, കഷ്ടതകൾ ഉണ്ടാകില്ല, കരച്ചിലുണ്ടാകുന്നില്ല, വേദന ഉണ്ടാകുന്നില്ല, യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല, ഈ രാത്രി ഉണ്ടാകില്ല. എന്നും വെളിച്ചമായി ആ നീതിശൂരനായ കർത്താവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരമില്ലാത്ത ആ സ്വർഗീയമായ തേജസ്സിൽ, സ്വർഗീയമായ പ്രഭയിൽ നിത്യനൂതനങ്ങളോടുകൂടെ എന്നും ദൈവമക്കൾക്ക് വാഴുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവി, ആ ഭാവിയോട് പുഞ്ചിരികൊണ്ട് കർത്താവിന്റെ പ്രത്യാശയോടുകൂടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവജാനെ നമുക്ക് കർത്താവിന്റെ ആ പ്രഭാവത്തിൽ നമുക്ക് വീണ്ടും ദേഹസ്ഥീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ കാണാവുന്ന പ്രത്യാശയോടുകൂടെ ഞാൻ വാക്കുകൾ പ്രസംഗിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതാണ്. ഒരുപാടിന്റെ ഒരു ചരണം മാത്രം പാടുന്നു. Holy
നവംബർ ബഹും സഭയെ പ്രതിനിധീകരിച്ച് വിശേഷൻ MP Philip 2 മിനിറ്റ് അനുഷ്ഠാനം അറിയിക്കുന്നതാണ്. കർത്താവിന്റെ നാമം മഹത്വപൂർണ്ണമാകട്ടെ. കർത്താവിന്റെ വിജയദാസൻ പ്രിയ ദേവിചാനൻ പല പ്രാവശ്യം കാണുവാനും പരിചയപ്പെടുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പുലമൺ ഗോസ്ബൽ ഹാൾ ചർച്ചിലോട്ട് ബന്ധത്തിൽ സുവിശേഷകൻ തോമസ് ആയിട്ടും പല പ്രാവശ്യം ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിക്കാനും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഭവനത്തിൽ പോകുവാനും അനുഗ്രഹീതമായ അവരുടെ കൂട്ടായ്മയൊക്കെ അനുഭവിപ്പാൻ പ്രിയ അമ്മാമ്മയുടെയും മക്കളുടെയും ഒക്കെ സ്നേഹപ്രസംഗമൊക്കെ കൈക്കൊള്ളുവാൻ പല സന്ദർഭത്തിൽ എനിക്ക് ഇടയായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കുകയും ദൈവമക്കളെ ആദരിക്കുകയും സുവിശേഷകന്മാർക്ക് ആവശ്യമായ കൈത്താങ്ങൽ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് നമ്മളെ വിട്ട് ഭക്തസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്നത്. തന്റെ മരണവാർത്ത പ്രിയ സുവിശേഷകൻ തോമസിൽ കൂടി ആ സന്ദർഭത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ അഗാധമായ ദുഃഖമുണ്ടായി. സഭയുള്ള ബന്ധത്തിൽ വളരെ ശാന്തനും വളരെ വിനയവും പക്വതയുമുള്ള ഒരു ദൈവദാസനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ അവസരത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കിൽ ഞാൻ ഓർക്കുന്നു, താൻ നല്ല പോം പൊരുതി ഓട്ടം ചെയ്തു വിശ്വാസം കാത്തു. താൻ വിശ്വസിച്ച വിശ്വാസ സത്യത്തിന് വേണ്ടി അവസാനം വീടോടെ പൊരുതുവാൻ, അതിൽ നിലനിൽക്കുവാൻ ദൈവദാസന് ഇടയായി എന്നുള്ളത് യാതൊരു സംശയമില്ല. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദൈവഭക്തന്മാർ ഏത് സ്ഥലത്തും ഏത് സമയത്തും എവിടെ വെച്ച് മരിച്ചാലും ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്, ശോഭയേറിയതാണ്. ആ നിലയിൽ പ്രിയ കർത്തൃദാസൻ മരണത്തെ ഒരു നിദ്രയായിട്ട് താൻ ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ സാന്നിധ്യം തന്റെ വിടവ് താൻ നമ്മെ ദുഃഖത്തിലായിട്ടുണ്ടെങ്കിലും പ്രിയ ദൈവസന്നിധിയിൽ താൻ വിശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായ സംഗതിയാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സഭയുടെ അഗാധമായ ദുഃഖവും, അത് മാത്രമല്ല ഞങ്ങളുടെ മേഴ്സി ഹോം ഇളമ്പൽ അനാഥശാലയുടെ അഗാധമായ ദുഃഖവും ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങളെ ആ നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുകയും
അകമഴിഞ്ഞ ആ നിലയിൽ ഞങ്ങളെ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദേവയോഗത്തിൽ ഞങ്ങൾ കുടുംബമായും അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹാൻഡ് വേണ്ടി നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അത് പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരൻ ജോൺ കൃത്യമായ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. കർത്താവിന്റെ 2 മിനിറ്റ് അനുസരണമായി സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേട്ടുനിൽക്കുന്നതായ ഈ സമയത്ത് പുതുതായി പറയുവാൻ എനിക്ക് വാക്കുകളില്ല. 1988 ഞാനിവിടെ ഒരു വിശ്വാമിയുടെ പ്രവർത്തനമായിട്ട് കടന്നു വന്നപ്പോൾ സാറെ പരിചയപ്പെടുത്തി. അന്ന് മുതൽ ഇന്നുവരെ 7 ദിവസം വരെയും സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് സമയങ്ങളിലും 2 കാര്യം പറയട്ടെ. എൻ്റെ ജീവിതാനുഭവത്തിൽ ഈ അഭിപ്രായത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല മാതൃകയോട് കുടുംബജീവൻ നയിക്കുവാൻ പ്രിയാതെ സാധിച്ചു. ഒന്നാമത് 3 കുഞ്ഞുങ്ങളും ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പ്രവേശിക്കുവാൻ അങ്ങനെ നല്ല സാക്ഷ്യം വഹിക്കുവാനായിട്ട് പ്രിയ ലഭിച്ച ജീവിതം കൊണ്ട് സാധിച്ചു എന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് കാര്യം കൂടി പറയട്ടെ. സുവിശേഷകരെയും സുവിശേഷ വേലയെയും സഹായിക്കുവാൻ ഇത്രയധികം താല്പര്യം കാണിക്കുന്ന വ്യക്തിയായിരിക്കും കാണുവാനായിട്ട് എൻ്റെ കഴിഞ്ഞ 25 വർഷക്കാലത്ത് കാണുവാനായിട്ട് സാധിച്ചില്ല. സ്വഭാവവ്യാസത്തിന് പ്രവർത്തിക്കുന്ന സംഘടനയാവുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിന്ന് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കും ഭാരതത്തിലെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ സഹായിക്കുവാൻ അപേക്ഷിച്ചാണ്. മാത്രമല്ല എല്ലാവരെയും സുവിശേഷ വേലക്കാരെ എല്ലാവരെയും പറഞ്ഞതുപോലെ കൈത്താങ്ങുവാൻ അനുഭവിക്കുന്നവരെ പ്രാർത്ഥിക്കുവാൻ പ്രിയ ഇതായിരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഉപയോഗിക്കാനുള്ള പ്രത്യാശ ജീവിതത്തിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കുള്ള ഒരു വലിയ കാര്യമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് നിത്യതയിൽ വീണ്ടും നമുക്ക് തന്നെ പ്രിയ മകനെ കാണുന്നുള്ള ഉറപ്പുണ്ട്. ആ ഒരു വലിയ ഉറപ്പ്, ആ ഒരു പ്രത്യാശ പ്രിയ അമ്മാമയ്ക്കും പ്രിയ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതിലും നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ആ നിത്യതയിൽ ചെന്ന പ്രിയമനെ വീണ്ടും കാണുവാൻ ദൈവം നമുക്ക് അവസരം കിട്ടട്ടെ. ഫ്രാൻസുകളുടെ നാമത്തിലുള്ള അനുശോചനമായി സമയം അർപ്പിക്കുന്നതിന് സൂചകമായ പ്രിയ സംവിധാനം അറിയിക്കൽ സമർപ്പിക്കുന്നതാണ്. Thank you, Brother George. നമുക്ക് prayer hall അസംബ്ലിയെ ഉദ്ഘാടനം ചെയ്ത് സാമുവേലിനോട് ചില മിനിറ്റുകൾ 2 മിനിറ്റ് അനുസ്മരണം പറയും. സാമുവേൽക്കുട്ടി prayer hall ഉദ്ഘാടനം ചെയ്ത് സാമുവേൽക്കുട്ടി ഇപ്പോൾ 2 മിനിറ്റ് അനുസ്മരണം അറിയിക്കുന്നു. ദൈവനാമത്തിൽ നന്ദിയോടുകൂടി സമർപ്പണം ചെയ്തു. പ്രിയയുടെ ബന്ധത്തില് കഴിഞ്ഞ 22 വർഷക്കാലം അച്ഛനുമായി സഹകരിക്കുവാനും ഒരു സഹോദരനെ പോലെ കഴിയുവാനുമൊക്കെ കഴിഞ്ഞ നാളുകൾ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തില് അച്ഛനെ പറ്റി പറയുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മയിൽ വരികയുണ്ടായി. അച്ഛനെ ആ നിലയിൽ ദൈവികമായ കാര്യങ്ങളൊക്കെ ഇടപെടുകയും വിവിധ നിലയിലുള്ള സഹായങ്ങളും കേട്ടുകൊണ്ടിരുന്ന മാതിരി ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. താൻ ആഗ്രഹിക്കുകയും മക്കളെ ആ നിലയിൽ വളർത്തുകയും ചെയ്യുവാനൊക്കെ കഴിഞ്ഞാൽ സഹായിച്ചു നിർബന്ധത്തോടുള്ള ബന്ധത്തിൽ വളരെ അധികമായ രീതിയിൽ തന്നെ പ്രവർത്തനത്തിൽ പോരുവാനുമൊക്കെ അച്ഛനെ സഹായിച്ചു. അതുപോലെ സഭകളോടുള്ള ബന്ധത്തിലും ആ നിലയിൽ തന്നെ ആയിരിക്കാൻ തക്കണം കഴിഞ്ഞ
സഹായികൾ കൊടുക്കാൻ അതുപോലെ ഇവിടെയാക്കുകയും ചെയ്തു. പിന്നീടാണ് മറ്റ് സഹോദരങ്ങളൊക്കെ കൂടി വരികയൊക്കെ ചെയ്തത്. ആരെയും മറ്റാരെ പ്രവർത്തിക്കുവാൻ കൊണ്ട് സഹായിച്ചു. മറ്റാരെ ഈ നിര്യാണത്തോട് ബന്ധത്തില് കർത്താവ് ഏത് രീതിയിലായ വിഷയത്തിനെ മറ്റാരെ വളരെ ഐക്യകരമായ രീതിയിൽ തന്നെ ഒരു ദിവസം ചേർക്കപ്പെടുവാൻ കൊണ്ടും തന്നെ ഇടയായി. തന്നെ ആ വീഴ്ചയുടെ ബന്ധത്തിലാണ് പ്രയാസം ഉണ്ടായതെങ്കിൽ കർത്താവിന്റെ ആഗ്രഹം കർത്താവ് അനുഭവിച്ചു. കുഞ്ഞുങ്ങളോട് ബന്ധത്തിൽ കുഞ്ഞുങ്ങളൊക്കെ അടുത്ത് തന്നെ നിന്ന് അതൊക്കെ ശ്രദ്ധിക്കാനും കാണുവാനും കർത്താവിനെ ശുശ്രൂഷിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അധികം സമയം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. തൃക്കണ്ണൂരിൽ പ്രേമാറിന്റെ നാമത്തിൽ എന്നെ കുടുംബത്തോടുള്ള കാര്യത്തിലും എന്റെ വ്യക്തിപരമായ വ്യക്തിയിൽ ഈ സമയത്ത് പ്രഖ്യാപനത്തിന്റെ അനുസരണയെ വളരെ ധന്യവാദം ചെയ്യുന്നു. എന്റെ വളർത്തിയ മകൻ ഐക്ക് മാത്യു he traveled all the way from USA just to participate in the funeral. ഐക്ക് മാത്യു കുടുംബമായി ഒത്തിരി ബന്ധമുള്ള വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രിയ മകനാണ്. രണ്ട് പേർക്ക് പ്രധാനമായി പറയുവാനായിട്ട് കാണുന്നതാണ് പ്രിയ ഐക്ക് മാത്യുവിനെ ഉണ്ടാകട്ടെ. ഒരിക്കലും കഴിയാൻ കഴിയാത്ത രീതിയുമാണ് കാരണം ായിട്ട് ഞാൻ ഒക്കെ മണിക്കൂറുകളോട് ഞാൻ സംസാരിക്കുമായിരുന്നു. പല കാര്യങ്ങളും ഞാൻ പങ്കുചേരുകയും സഭയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ നന്ദിയിൽ സംസാരിക്കുമ്പോൾ വളരെ ബുദ്ധത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. നേരത്തെ വളരെ നാളുകളായിട്ട് തന്നെ ദൈവജനമായി ഇടപെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. ദൈവജനത്തിൽ പറയുമ്പോൾ ഏതാണ്ട് 50 വർഷത്തെ കഴിഞ്ഞ ഞങ്ങൾക്ക് കുടുംബമായിട്ടുണ്ട്. ആ നിലയിൽ പ്രിയ ദൈവജായൻ എൻ്റെ മാതാപിതാക്കളുടെ ഒരു സഹോദരിയായിരുന്നു. ആ നിലയിൽ ദൈവജാനെ ഒരു മകനെ പോലെ സ്നേഹിക്കുകയും ആ നിലയിൽ എന്നോട് ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്നു. 2 ആഴ്ചകൾക്ക് ഞാൻ വ്യക്തമായിട്ട് ഞാൻ സംസാരിച്ചു, പല കാര്യങ്ങൾ സംസാരിച്ചു. സഭയുടെ ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം തന്നെ അറിയിക്കുകയും ചെയ്തു. ഞാൻ ദൂരെ വിളിക്കുമ്പോൾ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് നല്ല ആരോഗ്യമില്ല, എങ്കിലും എനിക്ക് ചെയ്തെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എന്നെ അറിയിക്കുകയും ഞാൻ ചെയ്യുക എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് രാത്രി സാധ്യമാനെ വിളിച്ച് പറഞ്ഞു ഒരു ചെറിയൊരു അപകടം ഉണ്ടാകുകയും കഴിക്കാത്ത ഉറക്കമുണ്ടാകുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുള്ളവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ വീട്ടിലുമായിട്ട് നമ്മുടെ സമയം സംസാരിക്കാൻ ഇടയായി. എന്നോട് പറഞ്ഞു ഒരു 10 ദിവസത്തെ ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ട് എന്നെ ഞാൻ അവരോട് ആക്കിയിരിക്കുകയാണ് എന്ന് തമാശകളോട് എന്നോട് പറഞ്ഞു. എന്നാൽ ഈ 10 ദിവസത്തെ വിശ്രമമല്ല, ഒരു നിത്യ വിശ്രമമായിരിക്കുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വേർപാടാണ് കേരളമായിട്ട്. അതിനുശേഷം അതിന് ശേഷം ഞാൻ കുടുംബങ്ങളുമായിട്ട് വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. സർജറി കഴിഞ്ഞ് വളരെ മനോഹരമായ കാണുകയായി. അത് ചൊവ്വാഴ്ച രാവിലെ ഞാൻ വീണ്ടും വിളിച്ചു. മനോഹരമായിട്ട് വിളിച്ചു. കുടുംബത്തിന് സമ്മാനമായി സംസാരിക്കാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സർജറി വളരെ അനുഗ്രഹമായി നടന്നു. യാതൊരു കുഴപ്പമില്ല എന്ന് കേട്ടത് കഴിഞ്ഞ് രാത്രി വൈകി വളരെ അനുഗ്രഹമായിരുന്നു എഴുതിയിരുന്നു പറഞ്ഞു. കേൾക്കാനുള്ള സന്തോഷവും പ്രായം കേൾക്കാൻ കഴിയുകയും ചെയ്തു.
ചില മിനിറ്റുകൾക്ക് ശേഷമാണ് വീണ്ടും ഞെട്ടിക്കുന്ന വാർത്ത അറിയിച്ചത്. പരിചയ അതാണ് കടന്നുപോയി എന്നുള്ള വാർത്ത നിങ്ങൾക്ക് ശിക്ഷിപ്പാൻ കഴിഞ്ഞതായും. കാരണം ചില മിനിറ്റുകൾ മാത്രമാണ് ഒരു തരത്തിലുള്ള ആസുഖം സന്തോഷം ഞങ്ങൾക്ക് പറയാൻ കഴിയാതെ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയും മറ്റൊന്നായും ദൈവം എല്ലാം തക്ക സമയത്ത് നന്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണിക്കുകയും പ്രിയാത്മാവിനും പ്രമോദും വിരാസത്തിൽ നഷ്ടപ്പെടുകയാണിത്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇതുപോലെ നഷ്ടപ്പെടുകയാണ്. ആ വിധത്തിൽ നിങ്ങൾ ബ്രഹ്മാണ്ഡം ദൈവം സർവാശ്വാസവുമായി ഇതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിശേഷം ശരിവരാണ്. അദ്ദേഹത്തെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. തൻ്റെ പുറം കണ്ണുകൊണ്ട് നമ്മെ കാണുവാൻ കഴിയില്ലെങ്കിൽ അതേ കണ്ണുകൊണ്ട് എല്ലാവരെയും കാണുകയും വിശേഷാർത്ഥിയ ദൈവകുടിയുമായി വളരെ സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്ന കർത്തദാസനാണ്. 2 മിനിറ്റ് അനുഷ്ഠാനമായി അദ്ദേഹം ഇപ്പോൾ സംസാരിക്കും. ദാസനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ പെട്ടെന്ന് യാത്രയിൽ പ്രഥമോദം ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ മാസം പോലും ഞങ്ങളുടെ വഴങ്ങിൽ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. വേർപാടിന് വരുന്നത് ആർക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്. എങ്കിൽ പോലും ഇത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ പ്രതീക്ഷകളല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് അത് നിറവേറ്റുന്നു. മുമ്പേ താൻ ഇവിടുന്ന് കടന്നുപോയി. പിന്നെ നമ്മൾ പോകാനുള്ളവരാണ്. അനിവാര്യമായ ഈ സംഭവം നമുക്കെല്ലാവർക്കും ദുഃഖം ഉറവാക്കണമെന്നാണ്. ലേഖനെ സംബന്ധിച്ചിടത്തോളം 1 വർഷത്തിലേറെ എനിക്ക് കഴിഞ്ഞുകൊണ്ട് ഞാനിവിടെ വരികയും ലേഖനായി മാത്രമല്ല കുടുംബാംഗങ്ങളും അതുപോലെ സഭയിലെ എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ലേഖനം. മാത്രമല്ല ഞങ്ങൾ പലപ്പോഴും റോഡിൻ്റെ മുറിയിൽ നിന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും തൻ്റെ കർത്താവിനോടുള്ള സ്നേഹവും ദൈവങ്ങളോടുള്ള ആദരവും അതുപോലെ തന്നെ വലിയവരെ ആദരിക്കുന്നതായ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. താൻ ഇരുന്നപ്പോൾ ഞങ്ങളെ വളരെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളെ വന്ന് പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം സ്നേഹിച്ചിരുന്നു. വലിയരെങ്കിൽ പോലും ഒന്ന് കാണുകയും ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തതാണ്. ദേവദാസന്റെ വേർപാടിൽ എൻ്റെ ആഹ്ലാദമായ ദുഃഖം പ്രിയ അമ്മാമയ്ക്കും അതുപോലെ തന്നെ ശേഷം കുടുംബാംഗങ്ങൾക്കും ഞാൻ ഈ വർഷത്തെ അറിയിക്കുന്നു. തുടർന്ന് ചാത്തന്നൂർ ബൈബിൾ കോളേജിലെ എല്ലാവിധമായ തോമസ് കെ.സി. തോമസിൻ്റെ മകനാണ്. 2 മിനിറ്റ് അനുസൃതമായി സംസാരിക്കുന്നതാണ്. ചില നാളുകൾക്ക് മുൻപ് പിതാവിനെ പരിചയപ്പെടുവാനിടയായി. പ്രത്യേകമായ ഒരു സ്ഥലത്തുള്ള ബന്ധുപിതാഭവനത്തിൽ കടന്നു പോകുവാനും കുറേ സമയം അവിടെ ചിലവഴിക്കാനൊക്കെ ഇടയായി. എന്നാൽ കഴിഞ്ഞ ദിവസം ദേവദാസനെ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേ വളരെയധികം പ്രയാസമുണ്ടായി. ഇന്ന് പ്രാധാന്യം
അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് ഉടമകളായി തീരുമാനപ്പെട്ട ഇടയാൽ ആ നിലയിൽ ഞാൻ ഈ പ്രിയ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിലായിരിക്കുന്ന പ്രിയ മാമയും മക്കളെയും കുടുംബങ്ങളെയും സർവ്വബുദ്ധിയെയും ദൈവത്തിന്റെ സമാധാനം ദൈവം നിലയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് നമുക്ക് ലഭിക്കുന്ന സമയം ദൈവനാമത്തിനായി പ്രയോജനപ്പെടാമെന്ന് നമുക്കുണ്ട്. ഞാൻ ഈ താങ്ക് യു തോമസ്. എൻ്റെ പ്രിയ സണ്ണി അദ്ദേഹത്തിൻ്റെ അനുസ്മരണം വളരെ സന്തോഷകരമായിരുന്നു. തുടർന്ന് ഒന്ന് അനുസ്മരണോട് കഴിഞ്ഞ് ഒരു വചന ശുശ്രൂഷ ആരംഭിക്കും. 2 വചന ശുശ്രൂഷകളുണ്ട്. ഒരു അനുസ്മരണോട് കഴിഞ്ഞ് 10 മിനിറ്റ് വചന ശുശ്രൂഷയ്ക്കായി സമയം വന്നിരിക്കുകയാണ്. ദാസൻ വിശേഷം CM തോമസ് 10 മിനിറ്റ് എടുക്കുകയുള്ളൂ എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രമേ അനുവദിക്കുവാൻ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പറയും. അപ്പോൾ പ്രിയ ബാബു സാമുവൽ ഒട്ടനാട് മുന്നോട്ട് വന്ന് 2 മിനിറ്റ് സംസ്ഥാനം ഒന്നാമത്തെ മനുഷ്യമുട്ടൽ കൊണ്ടുവന്ന പ്രതിനിധിക്കാണ് നോക്കുന്നത്. ജയിച്ചാൻ്റെ ഇളയമകൻ പ്രമോദ് എൻ്റെ ജ്യേഷ്ഠൻ മകൾ ജിൻസിയാണ് വിവാഹം ചെയ്യുന്നത്. അതിനോട് ബന്ധത്താണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ ഞാൻ മാത്രമല്ല കുടുംബമായി പട്ടണത്തിലെത്തുന്ന എല്ലാവരും ഈ ചിത്രത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ ജയിച്ചാനെ കുറിച്ച് 1-2 കാര്യങ്ങൾ അനുഭവമായി പറഞ്ഞതിൻ്റെ വാർത്ത അവസാനിപ്പിക്കുകയാണ്. പ്രിയ പ്രമോദ് ഞങ്ങളുടെ കുഞ്ഞിനെ വിവാഹം കഴിച്ച് മാത്രമല്ലാത്തതിൻ്റെ കഴിഞ്ഞ 27 വർഷമായിട്ട് എനിക്ക് വ്യവസായമായി വളരെ തല്ലി ഈ കുടുംബമായി അടുത്ത് ഇടപെടുവാൻ ഇടയായിട്ടുണ്ട്. കർത്താവിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും പ്രത്യേകിച്ച് സ്കൂളുകളിലും മറ്റും കണ്ടുപോയി വ്യവസായത്തിൽ കർത്താവിന്റെ പേരിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ടുണ്ട്. അത് മാത്രമല്ല അവർ ഭവനത്തിൽ വെച്ച് ചില കൂട്ടായ്മകളിൽ ആരാധനയിൽ പങ്കെടുക്കുവാനും ഈ 3 കുഞ്ഞുങ്ങളെയും ദൈവത്തെ പട്ടക്കൂടി പഠിപ്പിക്കുവാനും കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന് കഴിഞ്ഞ 27 വർഷമായിട്ട് ഞങ്ങൾ ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പേരിൽ തന്നെ അടുത്തിടപെടുവാനും മനസ്സിലാക്കുവാനും ഇടയായിട്ടുണ്ട്. അതിൻ്റെ പെട്ടെന്നുള്ള വേർപാട് വളരെ വേദനാജനകമായ കാര്യമാണ്. അവർ മനുഷ്യരായി ഇരിക്കുന്നത് എല്ലാവരും ഭൂമിയിൽ നിന്ന് കടന്നു പോകണമെങ്കിൽ തന്നെ പെട്ടെന്നുള്ള വേർപാട് വളരെ വേദനാജനകമാണ്. ഇത്ര പെട്ടെന്ന് ജീവിതത്തിലേക്ക് ചേർക്കപ്പെടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. അത് സാരമില്ലാത്തതായ വേദന നമുക്ക് നൽകുന്നുണ്ട്. ഡെത്ത് എന്നുള്ള ഇംഗ്ലീഷിന്റെ വാക്ക് തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് earthly abode and transfer to heaven or hell എന്നാണ് അതിന്റെ എന്ന വാക്കിന്റെ വാക്കുകൾ അവതരണമുണ്ട്. അപ്പോൾ പ്രിയനാക്കാന്റെ വേർപാട് കാരണം ഈ മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ദൈവക്കാർ നടത്തുന്നത് ട്രാൻസ്ഫറാണ്. അവസാനം ട്രാൻസ്ഫർ ടു ഹെവൻ ഓർ ഹെൽ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് 3 അവസ്ഥാനങ്ങളുണ്ട്. ഒന്ന് അവന്റെ അമ്മയുടെ ഉദരത്തിൽ, 2 ഭൂമിയിൽ, 3 ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത്. ഈ യഥാർത്ഥ അവസ്ഥയായിരിക്കുമ്പോഴും ഭൂമിയിലായിരിക്കുമ്പോഴും അത് നിയന്ത്രിക്കുന്നത് ദൈവത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. എന്നാൽ എങ്ങോട്ട് മാറ്റപ്പെടണമെന്നുള്ള 3ാമത്തെ അവസ്ഥ നിയന്ത്രിക്കപ്പെടുന്നത് അത് നമ്മൾ തന്നെയാണ്. ഈ വേദിക്കാരൻ തന്റെ ഈ ഭൂമിയുടെ വാസ്തു കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിനെ ജീവിക്കുവാനും തന്റെ പ്രൊഫൈലിൽ ദൈവത്തിന്റെ പ്രൊഫൈലിൽ തിരിച്ച് ദൈവത്തിൽ പ്രവർത്തിക്കുവാനും ഇടയാക്കപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദുഃഖത്തിൽ പത്തനാപുരത്തെ കുടുംബത്തിന്റെ അകാരണമായി ഈ ദുഃഖത്തിനായി ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർവ്വ ആശ്വാസത്തിന്റെ ദൈവം ഈ നമ്മുടെ ഏവരെയും ദുഃഖത്തോടെ ആശ്വസിപ്പിക്കട്ടെ പറഞ്ഞു എന്ന വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവമായ കർത്താവ് മൈക്ക് അതൊരു ശബ്ദം പുറകിലെത്തുന്നില്ല.
എന്ന് പറയുകയുണ്ടായി. മൈ കോപ്പറേറ്റീവ്സ് ഒരല്പം കൂടെ ഓഡിയൻ ഇടണം. എല്ലാവർക്കും കേൾക്കുവാൻ കഴിയുന്നില്ല, കാണുവാൻ കഴിയുന്നുണ്ട്, എന്നാൽ കേൾക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. മ്യൂസിക് തറയും ഡിസ്റ്റർബിംഗ്. മഴയുടെ സംഗീതവും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പം കൂടെ ഓഡിയൻ എല്ലാം മൈക്കിൽ ഇടുവാൻ മൈക്ക് ഓപ്പറേറ്റേഴ്സിനോട് വിനയമായിട്ട് അറിയിക്കുക. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടിൻ്റെ ഒരു ചരണം മാത്രം പാടുകയും തുടർന്ന് 10 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുകയാണ്. ഗായക സംഘത്തെ ആ ഗാനം ആലപിക്കുവാൻ ക്ഷണിക്കുന്നു. തുടർന്ന് ദാവദാസൻ CN തോമസ് 10 മിനിറ്റ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതാണ്. ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ MP കൊടിക്കുന്നിൽ സുരേഷ് അവരുടെ നമുക്കുണ്ട്. ഈ കുടുംബത്തോട് വളരെ സ്നേഹമുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. 2 മിനിറ്റ് ഇപ്പോൾ പറയുന്നു. നാമത്തിൽ ഞങ്ങളുടെ MP അനുസരിച്ചായിരിക്കുന്നു. ബഹുമാന്യരായ പാസ്റ്റർമാരെ, പ്രിയപ്പെട്ട എന്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, അത്യധികം ദുഃഖത്തോടും അതോടൊപ്പം തന്നെ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് വീഴ്ചായന്റെ ഈ പ്രദർശനത്തിൽ ഞാൻ നിൽക്കുന്നത്. വീഴ്ചായനെ കുറിച്ച് പറയുന്നത് വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി. ഞാൻ എൻ്റെ ആളുകൾ പരിചയപ്പെടുവാൻ അടുപ്പം സ്ഥാപിക്കുവാനും എനിക്ക് അവസരം. ഞങ്ങൾ കൂടെ കാണുകയും പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യാം. പല ഉപദേശങ്ങൾ ഇരിക്കുന്നതാണ്. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ പ്രോത്സാഹനവും എപ്പോഴും തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വന്തം ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ് ഞങ്ങൾ എപ്പോഴും കണ്ടിരുന്നത്. ഞങ്ങൾ പലപ്പോഴും രാവിലെയുള്ള അർത്ഥത്തിൽ ഒരുമിച്ച് കാലമായി ആ അവസരത്തിലൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമായി. ബിസിനസിനെ കുറിച്ച്, കുടുംബ കാര്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, കൊട്ടാരക്കരയുടെ വികസന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പലപ്പോഴും എന്നോട് സംസാരിച്ചു. തീർച്ചയായിട്ടും മരണം ഒരു എപ്പോഴുകൂടിയാണ് എനിക്ക് പോകുന്നത്. ഇത്ര പെട്ടെന്നൊരു വേർപാട് ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങളൊന്നും ആരും വിശ്വസിച്ചില്ല. പക്ഷേ നമ്മൾ വേർപെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ വീഴ്ചയുടെ വേർപാട് കുടുംബാംഗങ്ങളെ വളരെ ദുഃഖത്തിലായിട്ടുണ്ട് എന്ന് എനിക്കറിയാം.
ഇന്നലെ ഭവനത്തിൽ ഞാൻ സന്ദർശിച്ചിരുന്നു. ഭവനത്തിൽ നേരിട്ട് മക്കളെയൊക്കെയാണ് എന്നെ അനുശോചനം അറിയിക്കുകയുണ്ടായി. അത്രയേറെ അടുപ്പവും ബന്ധവുമാണ് ആ കുടുംബവുമായി അതൊന്നെ വീഴ്ചയുണ്ടായി. വ്യവസായത്തിൽ സ്വന്തം നേരിട്ട് നഷ്ടപ്പെട്ട ദുഃഖഭാരത്തോടു കൂടിയാണ് ഞാൻ ഈ സംസ്കാരത്തെ സംബന്ധിക്കുന്നത്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ല ഒരു വ്യക്തിബന്ധം എല്ലാവരും മനുഷ്യരെ സ്ഥാപിക്കുവാനും നല്ല സുഹൃത്തുക്കൾ സൃഷ്ടിച്ചുകൊണ്ട് നല്ല ഒരു വ്യക്തിയായി ജീവിക്കുവാനും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും കഴിയുന്നതാണ്. ആരുടെയും എതിർപ്പോ വിദ്വേഷമോ ഒന്നും ഏറ്റുവാങ്ങാതെ തന്നെ ഒരു ജീവിതം നയിക്കുകയും നാടിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഗുണകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തിൽ ജീവിച്ചു, ഈ നാടിൽ ജീവിച്ചു. അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്തു പോകും. തീർച്ചയായും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ നൽകിയിട്ടുള്ള നല്ല സേവനങ്ങൾ സ്മരിക്കുന്നതായ യാതൊരു ഈ അവസരത്തിൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എന്റെ അനുശോചനം അറിയിക്കുകയും ഈ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് അനുശോചനം ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. നന്ദി. ഇന്ത്യയിൽ നിന്ന് കീർത്തിയായിരുന്നു ഒരു അനുസ്മരണം കൂടെ പറയുമ്പോൾ കൃത്യം 11 മണിയാണ്. ആ അനുസ്മരണം നിർവഹിക്കുന്നത് ദേവി മാത്യു പത്തനാപുരമാണ്. അദ്ദേഹം കൂടെ അനുസ്മരണം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെയും മാറ്റി അനുസരിച്ച് 11 മണിയാണ്. 11 മണി മുതൽ 11:10 അപ്പുറം പോകാൻ ഒരു വളരെ ശുശ്രൂഷ സംസ്കരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രിയ ദേവി മാത്യു പത്തനാപുരത്തെ സ്നേഹപൂർവ്വം അനുഷ്ഠാനത്തിനായിരിക്കുന്നു. സഹോദരൻ സഹോദരൻ ഇന്ന് സത്യത്തിൽ ആയിരിക്കും. വളരെ ചെറുപ്പത്തിലെ ബാലസംഘം പ്രവർത്തനങ്ങളോടുള്ള ചില നിങ്ങൾക്ക് വളരെ അടുത്ത പെരുമാറുന്നതായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ നിലയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ നിലയിലുള്ള അനുസരണം ഞാൻ ഓർക്കുകയായിരുന്നു. ആ പ്രിയ കുടുംബത്തെ എനിക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല ആ സഹോദരന്റെ മകൻ പ്രമോദ് എൻ്റെ കസിന്റെ മകളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ആ നിലയിലുള്ള ബന്ധം മാത്രമല്ല കുവൈറ്റുള്ള അദ്ദേഹത്തിന്റെ സഹോദരി ആ കുടുംബം ആയിട്ട് 3 വർഷങ്ങളായിട്ട് നിങ്ങൾ ബന്ധപ്പെടുവാനും ആ നിലയിൽ ആയിരിക്കാനൊക്കെയും സാധിച്ചിട്ടുണ്ട്. എന്റെ പ്രിയ സഹോദരൻ വളരെ പെട്ടെന്ന് ചേർക്കപ്പെട്ടു. നമ്മൾ ഓർക്കുമ്പോൾ സ്റ്റെഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ ശാസ്ത്രത്തിനിച്ച് നമ്മൾ വായിക്കുന്നത്. അതുപോലെ ദൈവമക്കളുണ്ടാകുന്ന സഹോദരന്റെ ഭൗതിക ശരീരം ഉയർത്തുന്നാണ് ഒന്നിച്ചു കാണുമെന്നുള്ള ആ പൊതുവിൽ ആ വലിയ പ്രത്യാശയിൽ സംസ്കരിക്കാനായിട്ട് നമ്മൾ കടന്നുകയാണ്. നമുക്ക് ദുഃഖമുണ്ട്, വേർപാട് ദുഃഖമുണ്ട്, എന്നാൽ പ്രത്യാശയുണ്ട്. നമുക്കിനിയും സഹോദരത്തെ ഒന്നിച്ചു കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. ആ പ്രിയ കുടുംബത്തോടും കൊട്ടാരക്കര സഭയിലുള്ള ദൈവത്തോടും ആ സഹോദരന്റെ ദുഃഖത്തിൽ വേർപാട് ദുഃഖം ലഭിക്കുന്ന പ്രിയപ്പെട്ടവരോട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ദുഃഖം അറിയിക്കുകയാണ്. മാത്രമല്ല കലഞ്ഞൂർ സഭയുടെ
ഏറ്റവും നിങ്ങൾ അറിയിക്കുന്നു. Thank you, Brother David Matthew. Now it is time for listening to the word of God. Our dear brother, Evangelist C.M. Thomas, is going to share the word in the name of our family and of the assembly. We invite C.M. Thomas to give him the word of God. Please. ദൈവത്തിന്റെ നാമത്തിന് ആദ്യമായി സ്തോത്രം ചെയ്തു. ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദാനിയേലേ, നീയോ അവസാനം വരുമ്പോഴും പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നെക്കാട്ടും പ്രകൃതിമാരും കഴിവുള്ള ദൈവത്തിന്റെ ദാസന്മാർ കൂടിയുണ്ട്. എന്നാൽ ഞാൻ 24 വർഷമായി ഈ കൊട്ടാരക്കരയിൽ ഉള്ള ദൈവങ്ങളോടുകൂടെ പ്രകടന സമിതിയിലെ കൂട്ടായ്മയുടെ ബന്ധത്തിൽ സുവിശേഷ രംഗത്ത് വന്നു ചെയ്യുവാനിടയായത്. തൃക്കണ്ണൂർ ലെബനേശ്വര അസംബ്ലിയിലുള്ള കൂട്ടായ്മയിലാണ് ഞങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. ഞങ്ങൾ അവിടെ വരുമ്പോൾ ഈ കർത്താവിന്റെ ദാസനും കുടുംബവും അവിടെയുണ്ട്. അവിടുത്തെ സഭയുടെ അംഗങ്ങളാണ്. ദീർഘവർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ കൂട്ടായ്മയുടെ ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആ കാലങ്ങളിലൂടെ മറ്റ് സുവിശേഷന്മാർ വന്നു ചേർന്നിട്ടില്ല. അതിനുശേഷമാണ് കർത്താവിന്റെ ദാസന്മാർ ചിലരൊക്കെ ഇവിടെ വന്നു ചേർന്നിടയായിരുന്നത്. അതിലൂടെയാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. അതിനുശേഷമായി ഞാനിവിടെ വന്നതിന് ശേഷം ഈ പ്രദേശത്ത് കർത്താവിന്റെ വേദിയിൽ ദൈവത്തിന്റെ ദാസന്മാർക്ക് ആത്മാർത്ഥമായ സഹകരണവും കൈത്താങ്ങലും കൊടുത്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നിൽക്കണം. ഈ പ്രിയ സഹോദരനും കുടുംബവും ആത്മാർത്ഥമായി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ അനേക സുവിശേഷന്മാർ ആര് തന്നെ സമീപിക്കുന്നുവോ ആ സമീപിക്കുന്നവരെ ആരെയും അദ്ദേഹം ഒരിക്കലും വെറുതെ അയക്കാറില്ല. അവരവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സാധ്യതയും അറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാന അസംബ്ലി ആരംഭിച്ചതിന് ശേഷമാണ് അവിടെ തൃക്കണ്ണൂരിൽ നിന്ന് അവരിവിടേക്ക് മാറി താമസമായത്. ഇന്നും ഏതൊരു സമയത്തും ഈ തൃക്കണ്ണൂർ അസംബ്ലിയിൽ യോഗങ്ങൾക്ക് ഞാൻ കടന്നു വന്നാണ്. പിന്നെ മറ്റാർക്കും അദ്ദേഹം സമയം കൊടുത്തില്ല. അദ്ദേഹം എന്നെ ആദരിക്കുകയും ആ പ്രഥമ സ്ഥാനം എനിക്ക് തരികയും ചെയ്യും. അങ്ങനെ അന്ന് മുതൽ ഇത്രയും വർഷക്കാലങ്ങൾ ഞങ്ങൾ തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം പുലർത്തി ആത്മീയമായ നിലയിൽ നിന്നു പോരുവാൻ ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് അതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കുന്നു. വേർപാട് എന്ന് പറയും, മരണം എന്ന് പറയുന്ന ഒരു വേർപാടാണ്. അത് ഏവർക്കും നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തെ ഉളവാക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവന്റെ പെട്ടെന്നുണ്ടായിരിക്കുന്ന ആ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന തൻ്റെ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദൈവം ഈ വചനങ്ങളാൽ നിങ്ങൾ ആശ്വസിപ്പിക്കൊള്ളുവെന്ന് പറയപ്പെട്ടിരിക്കുന്ന പ്രകാരം മാനുഷികമായ വാക്കുകൾക്ക് അവരുടെ ഈ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നതല്ല. സർവശക്തനായ കർത്താവിന്റെ വചനത്തിനും മാത്രമേ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഞാൻ നിങ്ങൾക്ക് ഓർമ്മിക്കുന്നു. അതെ, ഇവിടെ നാം വായിച്ചതുപോലെ ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ദാനിയേലേ, പോയി വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ മടങ്ങി വരിക എന്നത്രേ പറയപ്പെട്ടിരിക്കുന്നത്. മരണം ഒരു നിത്യമായിരിക്കുന്ന വേർപാടല്ല.
താൽക്കാലികമായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലികമായിരിക്കുന്ന വേർപാട് മാത്രമാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. അവർ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവർ ചെയ്തായിരിക്കുന്ന പ്രയത്നങ്ങളിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന് ഒരു വിശ്രാമത്തിലേക്ക് അവർ പ്രവേശിക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് ദാനിയേലിനോടും അതുപോലെയുള്ള നല്ല വിശുദ്ധന്മാരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പോയി ഈ ലോകത്തിലെ കഷ്ടപ്പാടിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് അല്പസമയം വിശ്രമിച്ച് ആശ്വാസം പ്രാപിക്കുക. നിങ്ങൾ അതേ ഒരു ദിവസം അതേ ഒട്ട് ഒരു അല്പം കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു ദിവസം എന്ന് പറയപ്പെടുന്നത് അതെ പകൽ 12 മണിക്കൂർ നേരമുണ്ട്. രാവിലത്തെ പ്രഭാതം മുതൽ വൈകിട്ട് 6 മണി വരെ ഉണ്ടായിരിക്കുന്ന സമയം അതിനു വേണ്ടിയുണ്ട്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നാം ഓർത്തുകൊള്ളേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ മണിക്കൂറുകളാണ് നാം ഇത് എണ്ണപ്പെടുന്നത്. പ്രഭാത സമയം എന്ന് പറയുന്നത് ഒരു കാര്യം മനുഷ്യ ജീവിതത്തോടെ തുല്യപ്പെടുത്തി ഞാൻ ഇവിടെ അറിയിക്കാം. നമ്മൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മൾ ബാല്യ പ്രായത്തിൽ തന്നെ ഏത് സമയത്താണ് കർത്താവ് നമ്മളോട് അക്കരയ്ക്ക് പോകാമെന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് സമയം അറിഞ്ഞുകൂടാ. ഒരു ദിവസം അവൻ നമ്മളോട് പറയും, കുഞ്ഞുങ്ങളെ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. അത് രാവിലത്തെ പ്രഭാത സമയമായിരിക്കാം, നിന്റെ ബാല്യപ്രായമായിരിക്കാം, ശൈശവപ്രായമായിരിക്കാം. ബാല്യക്കാരെയും ശൈശവപ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും കർത്താവ് വിളിച്ച് നിങ്ങൾ ഈ അക്കരയ്ക്ക് പോകുമെന്ന് പറയുകയും അവരെ അക്കരയിലേക്ക് ചേർത്തുകൊള്ളപ്പെടുകയും അത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാലുണ്ടായിരിക്കുന്ന സമയം അത് പ്രഭാതത്തിന്റെ 9 മണിക്ക് ശേഷമുണ്ടായിരിക്കുന്ന അതേ സമയമാണ്. അത് മനുഷ്യരുടെ കൗമാരപ്രായമാണ്. ബാല്യകാലം കഴിഞ്ഞ് കർത്താവ് പറയുന്നു, നിന്റെ ബാല്യകാലത്തെ ആരംഭിക്കുമ്പോൾ നിന്റെ യൗവനത്തിന് മുൻപായിട്ട് കർത്താവ് പറയുന്നത്, മകനെ നീ അക്കരയിലേക്ക് പോകാനായിട്ടാണ്. ഒരു ദിവസം നിനക്ക് വായിക്കാൻ നമുക്കായിട്ടുണ്ട്. നിന്റെ പ്രായത്തിന്റെ ഏത് സമയത്താണ് കർത്താവ് നിന്നോട് അക്കരയ്ക്ക് പോകാൻ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞാൽ 12-ാം മണി സമയമാണ്. ജീവിതത്തിലെ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന സമയമാണ്. ഇന്നത്തെ വർത്തമാന ക്ലാസുകളും ലോകവും നമ്മൾ നോക്കിയാൽ ഓരോ ദിവസവും എത്ര യൗവനക്കാരാണ് ഈ ലോകത്തിൽ നിന്ന് പൊടുന്നവരെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാസമ്പന്നരും ധനാഢ്യന്മാരുമായിരിക്കുന്ന ലോകത്തിലെ അഗ്രഗണ്യന്മാരായിരിക്കുന്ന യൗവനക്കാർ അവരെ ലോകം പ്രതീക്ഷിച്ചുകൊണ്ട് അനേക പ്രതീക്ഷകൾ ജീവിതത്തിൽ വെച്ചുകൊണ്ട് കടന്നു പോകുന്ന അനേക യൗവനക്കാർ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് പട്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം യൗവനക്കാരാ നിന്നോട് ഇല്ല നാളെ ആകട്ടെ എന്ന് പറയുവാൻ ഒരു വ്യക്തിക്ക് പോലും സാധ്യമല്ല. എപ്പോഴാണ് അരുണനാഥൻ നിന്നോട് പറയുന്നത് നമുക്ക് അക്കരയിലേക്ക് പോകാം എന്നുള്ളതായിരിക്കുന്ന കാര്യം? 12 മണി കഴിഞ്ഞാൽ അടുത്ത 4 മണി വരെയുള്ളതായിരിക്കുന്ന സായാഹ്ന വേളയാണ്. വാർദ്ധക്യത്തിന് മുൻപായിട്ട് യൗവനകാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണത്. ഏകദേശം ഞാൻ പറയട്ടെ, നമ്മുടെ പ്രിയ സഹോദരൻ ആ സമയത്താണ് ഇപ്പോൾ താൻ നിത്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്നത്. ഇതുപോലെയുള്ള സമയത്തും ആ സായാഹ്ന വേളയിലും നിന്റെ ജീവിതത്തിന്റെ ആ നല്ല സമയത്തും കർത്താവ് നിന്നോട് പറയും, മകനെ നീ അക്കരയിലേക്ക് പോയിക്കൊള്ളുക എന്ന്. വാർദ്ധക്യത്തിലിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സന്ധ്യാസമയത്ത് വൈകിട്ടത്തെ 6 മണിയുടെ സമയത്തായിരിക്കാം അവൻ നിന്നോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ അക്കരയിലേക്ക് പോകുമെന്ന്. ഇന്ന് ഈ ദിവസം ഒരു ദിവസം ഇത് രാവിലത്തെ 6 മണി മുതൽ വൈകിട്ടത്തെ 6 മണി വരെയുള്ളതായിരിക്കും സമയത്തിൽ ബാല്യക്കാര്, അത് കുഞ്ഞുങ്ങള്, ബാല്യക്കാര്, യൗവനക്കാര്, 10 വയസ്കന്മാര്, വാർദ്ധക്യത്തിലെത്തിയവര്, ഇങ്ങനെ ഓരോ ദിവസവും ആയിരങ്ങളാണ് കർത്താവ് പറയുന്നത് മതി നിങ്ങൾ അക്കരയിലേക്ക് പോകുവാനായിട്ട്. അതേപോലെ ഇതിൽ സംബന്ധിക്കുന്നവരായിരിക്കുന്ന നമ്മൾ എത്ര പേര് അടുത്ത ദിവസം ഈ ലോകത്തിൽ കാണുമെന്ന് നമുക്ക് പറയുവാനായിട്ട് നിവർത്തിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകർത്താൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ അവരെ അവസാനിപ്പിക്കാൻ ഇരിക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി പടകിൽ കയറി അവർ അക്കരയിലേക്ക് പോവുകയായിരുന്നു. ആ ശിഷ്യന്മാരുടെ പടകിൽ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവിന്റെ പടകാണ് അക്കരയിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞത്. അത് ഞാൻ ഒരു കാര്യം പെട്ടെന്ന് കൂടെ പറയാം. കർത്താവും ശിഷ്യന്മാരും കൂടെ അക്കരയിലേക്ക് പോകാൻ പറഞ്ഞ ഒരു യാത്ര പോയപ്പോൾ മറ്റനേക ചെറുപടകൾ അവരെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, കർത്താവും ശിഷ്യന്മാരും കയറിയ പടക് മാത്രമേ അക്കരയേറ്റിട്ടുള്ളൂ. ചെറുപടകളൊന്നും അക്കരയേറ്റതായിട്ട് നമുക്ക് യാതൊരു രേഖയുമില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് കയറിയ പടക് മാത്രമാണ് അക്കരയേറ്റുവാൻ കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിന്റെ പടകിൽ ജീവിത പടകിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ കർത്താവിന്റെ രക്ഷിതാവുമായി ജീവിതത്തിന്റെ ആത്മസഖിയായി
നിന്റെ കർത്താവായി നീ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അക്കരനാട്ടിൽ എത്തുവാനെത്തണം അത് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നീ അവസാനിച്ചു പോവുകയുള്ളൂ. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. ആകയാൽ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് പകൽക്കാലം ഇതിൽ നമുക്ക് സംബന്ധിക്കുന്നത് നാളെ പകൽക്കാലം ഒരു നിമിഷത്തിൽ ഒരു പക്ഷെങ്കിൽ ഇതുപോലുള്ള കിടക്കാൻ എന്റേതോ നിങ്ങളുടേതോ ആയിരിക്കാമെന്ന് ഓർത്തുകൊള്ളുക. ഇന്ന് പകൽക്കാലം നിന്റെ കർത്താവിനെ നിന്റെ ജീവിതപ്പെടുത്തി പ്രവേശിപ്പിച്ച് അവനുമായി നീ ഒരുമിച്ച് യാത്ര ചെയ്യുക. നമ്മുടെ പ്രിയ സഹോദരൻ തന്റെ ജീവിതത്തിൽ തന്റെ കർത്താവിനെ സമാശ്വരിച്ച് ഒരു ദൈവവിധനായി ജീവിച്ച് ദേശത്തെ ദൈവമക്കളുടെ ഇടയിലും ലോകജനത്തിന്റെ നടുവിലും കർത്താവിനെ അറിയപ്പെട്ടവനായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനായിരിക്കുമെന്ന് ഇന്നത്തെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സഹകരണം കൊണ്ട് നിങ്ങൾക്ക് അറിയുവാൻ പറ്റണം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഇത് അവസാനമല്ല. ഇനി എത്ര പ്രകാരത്തിനുള്ളിൽ വരുവാനും നമ്മുടെ കർത്താവ് വരും. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചു പോയവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ദൈവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഖലകളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നമ്മുടെ ഈ പ്രിയ സഹോദരനെ കർത്താവിനോടുകൂടെ അവരാ വെയിലാതെ തീർത്ത് നിത്യതയോടെ പുറത്ത് വെച്ച് നമുക്ക് വീണ്ടും കണ്ട് ആശ്വസിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ മുഖത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാതായി തന്റെ പ്രിയപ്പെട്ടവരെ ചേർക്കാനുള്ള സമയമായി. വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. ഈ പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. Thank you, C.M. Thomas, for keeping the time. Thank you very much. തുടർന്ന് ചില അനുസരണങ്ങളിലൂടെ കൊണ്ട് ദയവായി ഒട്ടും ദർശിപ്പിക്കാതെ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്പോൾ LIC പ്രവർത്തിക്കുന്ന ഇവിടെ വളരെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരിക്കുന്ന സംഘടന നിർമ്മിക്കുന്ന ജോസ് 2 മിനിറ്റ് അതിനുള്ളിൽ അനുഷ്ഠാനം പറയുന്നു. എത്രയും ബഹുമാനിയായ പാസ്റ്റർമാർ, ബഹുമാനിയായ ദൈവ ശുശ്രൂഷകർ, ദേവിന്റെ ഏക നിയോഗത്തിൽ കുട്ടികളായിരിക്കുന്ന മേഖലയിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ വ്യക്തികൾ, ബന്ധുവ്യക്തിവാദികൾ, ഈ യുദ്ധത്തിൽ പങ്കേറുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ, കൊട്ടാരക്കര LIC കൂട്ടുകുടുംബത്തിലെ ഒരംഗമായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരൻ. വളരെയേറെ സൗഹൃദങ്ങൾ ആയിരത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും അത് നിലനിർത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് വീട്ടുകാരൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല മോട്ടിവേറ്ററും അഡ്വൈസറും അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകിയിട്ടുള്ള വ്യക്തിയാണ് വീട്ടുകാരൻ. അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ഭരണത്തിന് 2 ദിവസം മുമ്പും ആ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ടായി. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിതം നയിച്ചു വന്നിരുന്ന വ്യക്തിയായിരുന്നു വീട്ടുകാരൻ. ആരും അസൂയുണ്ടാക്കുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലെ അദ്ദേഹത്തിന്റെ മക്കളിലൂടെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ 3 മക്കൾ ജീവിതത്തിൽ നല്ല നിലയിലെത്തുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ കുടുംബ കാര്യങ്ങൾ വ്യക്തമായി നിർവഹിക്കുമെന്ന് നമുക്കെല്ലാം ഉറപ്പുണ്ട്. ഈ ദുഃഖത്തില് അദ്ദേഹത്തിന്റെ മക്കളായ പ്രിയ സുഹൃത്തുക്കളായ ചാർലി, പ്രമോദ്, അജിത്ത്, അതുപോലെ റീന, ജിൻസി, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും അവരുടെ ദുഃഖത്തിൽ ആഴത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ചെയ്യുന്നു. ഇനിയുള്ള അനുഭവങ്ങളെല്ലാം അല്പം കൂടെ സ്പീഡ് കൂടുകയാണ്. സമയം കുറഞ്ഞ് എല്ലാവരും സഹകരിക്കുക. പ്രതാപദാസും ശാന്തം ഹെൻറി കൊല്ലം അസംബ്ലിയെ പ്രതിനിധീകരിച്ച് 2 മിനിറ്റിനുള്ളിൽ
അനുസ്മരണം പറയുന്നതാണ്. ഞങ്ങൾ ക്ഷണിക്കുന്നതിന് ശേഷം ഓയൂർ അസംബ്ലി പ്രധാനം ചെയ്ത് ചാർലിയുടെ ഭാര്യയുടെ ആ കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയ മകനാണ്. അവരെ തുടർന്ന് അനുസ്മരണം അറിയിക്കുന്നു. ഇസ്രയേലിന്റെ മകര കായികനായ ദാവീദും ഇസ്രയേലിനെ നയിച്ച മോശയും 31-ാം സങ്കീർത്തനത്തിലും 90-ാം സങ്കീർത്തനത്തിലും മനുഷ്യന്റെ ക്ഷണികമായ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ വേർപാട് ജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കുന്നുവെങ്കിലും പ്രിയ ദേവി സഹോദരങ്ങളുടെ വേർപാട് നാം നോക്കുമ്പോൾ 114-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയുന്നത് പോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം എപ്പോഴും വിലയേറെയാണ്. പ്രിയ സഹോദരൻ, ക്രിസ്തുവിൽ ജനിച്ചതിനാൽ ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിൽ നയിപ്പാനും ഓർമ്മയാണ്. എന്നാൽ ഈ ദുഃഖങ്ങൾക്കൊക്കെ വീടുന്നാൽ കുടുംബാംഗങ്ങൾക്കും നമുക്കും സന്തോഷമുണ്ടാകുന്ന വായനമേഖലകളിൽ ഒത്തൊരുമിക്കുന്ന ഒരു മുഹൂർത്തം ഉണ്ടായിരിക്കും. ആ സമയത്ത് ഒത്തൊരുമിച്ച് കാണുവാനൊക്കെ ഇടയാകുന്നു. അതിനോടനുബന്ധിച്ച് തിരുവചനത്തിൽ പറയുന്നത് ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വാസം. നമുക്ക് ദൈവജനത്താൽ പ്രിയ കുടുംബത്തെ ആശ്വാസം കിട്ടാനിടയാകട്ടെ. കൊല്ലം സഭയുടെ വിശ്വാസികളെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും കുടുംബാംഗങ്ങളെ അറിയിച്ചുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും ഓരോ അസംബ്ലി പ്രധാനം ചെയ്ത് റോയി ഗോവിസ് സമയം പറയുന്ന ആവശ്യമില്ല. ദൈവത്തിന് സ്വാഗതം ചെയ്യുക. എൻ്റെ ഓർമ്മ പുറകോട്ട് പോവുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ബാലസംഘത്തിൽ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന 60-ന് മുകളിൽ കാലഘട്ടത്തിൽ നമ്മുടെ വാസത്തിൽ ജയിക്കാനായിട്ടുള്ള പരിചയം ഉണ്ടായി. കഴിഞ്ഞ വർഷങ്ങൾ ആ നിലയിൽ മാത്രമല്ല പ്രിയ ചാർലി ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് വിവാഹം കഴിക്കി ആ നിലയിൽ കൂടി ഞാൻ കൊണ്ടാടുകയും ചെയ്തു. ഒരുപാട് ദുഃഖത്തിലാളുകളെ ഓർത്ത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാനും ധൈര്യം നൽകുവാനും കർത്താവ് വളരെ കഴിയുള്ളൂ. ആ ഗ്യാപ്പ് നിർത്താൻ മറ്റാർക്കും കഴിയില്ല. ആയതിന് കർത്താവ് കുറിച്ച് പ്രാർത്ഥന ചെയ്യണം. ഓരോ ഓർമ്മ മാത്രം ഒരു സവിശേഷം മാത്രം ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സാധാരണ കാണപ്പെടാത്ത ഒരു കാര്യത്തിൽ മാതൃകകളാണ് മക്കള് സമ്പൂർണ്ണ അനുസരണം. മക്കൾ പറയുന്നത് കേൾക്കുന്ന ഒരു പിതാവിനെയല്ല, പിതാവിനെ സമ്പൂർണ്ണമായി അനുസരിപ്പിച്ച് അനുസരണം നടത്തിയ ഒരു മക്കളെ പൂർണ്ണമായിട്ട് അനുസരണം നടത്തിയ പിതാവിനെ ജയിച്ചപ്പോൾ കാണുവാൻ ഓർക്കുവാനായിട്ട് കഴിയും. ജയിച്ചാൽ പറയുന്നത് അപ്പുറമായിട്ട് മക്കളാരും ഇതുവരെ ചെയ്തേ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത് ഈ കാലത്ത് പ്രത്യേകിച്ച് സഭയുടെ മുപ്പന്മാർക്ക് കൈകാര്യമായ ഘടകമാണ്. കർത്താവ് ആ നിലയിൽ ഒരു മാതൃക പുലർത്തുവാനുള്ള ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. തുടർന്നും വേണ്ടുന്ന ആശ്വാസ ലേഖന സംഖ്യ വില നൽകി അവരെ വഴിനിർത്തുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തോടൊപ്പത്തിൽ പോലീസ് സുഖത്തോടൊപ്പം പേപ്പറിനോടൊപ്പം താങ്കളും പങ്കിടുന്ന ബാംഗ്ലൂരിൽ നിന്ന് ഇവരുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ദാസൻ തോമസ് ഏബ്രഹാം വന്നിട്ടുണ്ട്. എനിക്ക് 1 മിനിറ്റ് മാത്രമേ അനുവദിക്കുവാനുള്ളൂ. ആ 1 മിനിറ്റ് കൊണ്ട് അനുഷ്ഠാനം പറയാം എന്നാണ് നാമത്തെ. എൻ്റെ സഹോദരൻ്റെ വേർപാടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞപ്പോൾ വളരെ ഞെട്ടലോടുകൂടിയാണ്
എൻ്റെ ചിന്തകൾ പുറത്തോട്ട് പോയത്. ബാംഗ്ലൂരിൽ നിന്നും സാധാരണ വരുമ്പോൾ ഈ വൈദ്യുതി കുടുംബമായിട്ട് അല്പനേരമെങ്കിലും ചെലവഴിക്കുവാൻ വേണ്ടി സമയങ്ങൾ ചെലവഴിക്കുക പതിവാണ്. ദൈവസ്നേഹത്തിൽ കാരണം 25 വർഷത്തിന് മുമ്പേ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ ചില വർഷങ്ങൾ എനിക്ക് പാർക്കുവാനും ഇന്ത്യയിലെ ദിവസങ്ങളുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വൈദ്യുതി ഒരുമിച്ച് പ്രവർത്തിപ്പാനും ദൈവം ഭാഗ്യം നൽകി. കർത്താവിന്റെ വേല വളരെ വിശാലതയോടുകൂടെ സമൂഹങ്ങളോ സഭകളോ ഏതൊന്നും നോക്കാതെ ആത്മാക്കളെ കർത്താവിലേക്ക് നേടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ച ആ ദൈവദാസന്മാരുടെ അന്ന് മുതലുള്ള ബന്ധം ഇന്ന് വരെയും തുടരുവാൻ, ആ ഭവനവുമായിട്ടുള്ള ബന്ധം തുടരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ലക്ഷ്യം കൂടാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ വളരെ ചുരുക്കമാണെന്നാൽ കർത്താവിന്റെ ദാസൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ സമൂഹ വ്യത്യാസം താൻ നോക്കാറില്ല. പലപ്പോഴും ഞാൻ വന്നിട്ട് പോകുമ്പോൾ ഒരു ചെറിയ തുകയെങ്കിലും എന്നെ ഏൽപ്പിക്കും. പലപ്പോഴും ഞാൻ അതിനെ നിരസിക്കുമ്പോൾ അദ്ദേഹം രസകരമായിട്ട് എന്നോട് പറയും, തോമസേ അങ്ങനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, അതെനിക്ക് തരാതിരിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം തുറന്ന് അന്യോന്യം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ദുഃഖമുണ്ട്. എങ്കിലും വളരെ പ്രത്യാശയുണ്ട്. ദൈവസഭയിൽ വീണ്ടും കാണാമല്ലോ. ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നോബൽ ഒരു മിനിറ്റോട് അപ്പുറം പറയാം. ഈ നോബൽ വളരെ ദൂരെ പശ്ചിമബംഗാൾ കണ്ണൂർ ജില്ലയുടെ അറ്റത്ത് കർണാടക അതിർത്തി മലനിരകളിൽ കർത്താവിന്റെ ദർശനവുമായി പോയ ഒരു സുവിശേഷകന്റെ മകനാണ് ഞാൻ. ധർമ്മങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിറവേറപ്പെടുവാനായിട്ട് ഉപയോഗിച്ച കുടുംബമാണ്. പ്രമോദന്റെ മണ്ടാലിയെ വിളിക്കും, മമ്മിയെ വിളിക്കും, ഇവരുടെ പേരെ വിളിച്ചിട്ടില്ല. ജീവിതത്തിൽ പുതിയ ഘട്ടത്തിൽ സനാതനെങ്കിലും അനാഥനെ പോലെ നിന്ന സമയത്ത് ഡാഡിയായ മമ്മിയാണ് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് അറിയിക്കുകയാണ്. ദൈവനാമം മോശപ്പെടുന്നതാണ്. ഇനിയും ചില പേരുകളിലൂടെ ഉണ്ട്. അത് ഏറിയ പങ്കും കുടുംബാംഗങ്ങളാണ്. അത് മുൻപ് 2 പ്രിയപ്പെട്ടവരെയും കൂടെ ഞാൻ സ്നേഹവും ക്ഷണിക്കുന്നു. ബാംഗ്ലൂർ അതിനുശേഷം ജോർജി കുഞ്ഞിനെ പറയും വിനോദായ ജോസോറി വന്നു മാത്രം ഞങ്ങൾക്കും വരാൻ വളരെ അടുത്ത ബിസിനസ് ചെയ്യാനും ആ ബിസിനസ് മുഖാന്തരം ഞങ്ങളുടെ കുടുംബങ്ങളും അങ്ങനെ കൂടുതലായിട്ട് അറിയാനും ആത്മീയ ജീവിതത്തിൽ കൂടുതലായിട്ട് എനിക്ക് നിൽക്കാനും മക്കളായിട്ട് കൂടുതലായിട്ട് ജീവിക്കാനും ഞങ്ങൾ അതിനെ സ്നേഹിക്കാനും എല്ലാം കാരണമായിട്ട് ശ്രമിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ പിതാവ് ദൈവത്തിൻ്റെ എടുക്കപ്പെട്ടു. അന്നും എനിക്ക് 2 വാക്കുകൾ എന്നെ ശക്തിപ്പെടുത്തി. ആ 2 വാക്കുകൾ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു. John chapter 14 and verse 3, മൂന്നാമത്തെ വാക്ക്, I shall make mansions for you and I will have you to myself and then you will be with me forever. ആ വാക്ക് myself എന്നുള്ളത് എന്നെ വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. myself എന്നുള്ളത് എനിക്ക് ദൈവം തർജ്ജമ ചെയ്തത് സെൽഫിഷ് മൈൻഡ് ആയിട്ട് എനിക്ക് അത് തർജ്ജമ ചെയ്തതാണ്. സെൽഫിഷ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്വാർത്ഥതയുടെ അങ്ങ് അറ്റമാണ് ആ വാക്കിന്. എന്തോ സ്വാർത്ഥത, ഇനി മേലാൽ ഞാൻ നിങ്ങളെ ഒരു സമയത്തിനോ സന്ദർഭത്തിനോ ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല. എന്റെ ഹൃദയത്തിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ആ പിതാവ് നമ്മുടെ
അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതിന് മൈസെൽഫ് എന്നുള്ളത് സെൽഫിഷ് മൈൻഡായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരോ അതിൽ ആസ്വദിക്കട്ടെ. ആ ദൈവം നമ്മുടെ ആ വിധത്തിലേക്ക് ചേർന്ന സെൽഫിഷ് മൈൻഡ് ഒന്നിനും അനുവദിച്ചു കൊടുക്കാത്ത ഒരു കാലം വരാനുണ്ടല്ല. രണ്ടാമത്തെ വാക്ക് Revelation chapter 22 and verse 20 and 21. അതേ കർത്താവ് പറയാൻ വേഗം വരും, എന്ന് പറയുന്ന ആശ്വാസമാണ്. വേഗം വരും, ആ വാക്ക് പാലിക്കുന്ന ദൈവമാണ്. ഒരു വാക്ക് പോലും ദോഷം പറയുന്നില്ല. Every word he has said has come true. ആ വാക്ക് പാലിക്കുന്ന ദൈവം വേഗം വരും. നമുക്ക് ഒന്നിച്ച് അവസാന വാക്ക് പറഞ്ഞു, രാമൻ കർത്താവേ വേഗം വരണമേ എന്ന് നമുക്ക് കാത്തിരിക്കാം. അവൻ വരും, അവന്റെ ആ കണ്ണനും നമ്മൾ ഒരുങ്ങിയിരിക്കാം. ദൈവനാമത്തിന് മഹത്വം പറയാനാണ്. Thank you very much. Thank you for being tonight and wonderful day. കുടുംബാകാലത്ത് അനേക പ്രാവശ്യം ഈ സുവിശേഷാലയത്തിൽ സുവിശേഷം ബാലസംഘത്തോടുകൂടി വലിയ വീട്ടിലുള്ള ബന്ധത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായിട്ടുണ്ട് നമ്മൾ ആദ്യമായി കാണുന്നത്. ഈ ഒരു വേർപാടിൽ സംബന്ധിക്കുവാൻ പറ്റുന്ന ഇടയാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ വീഴ്ചാരുമായിട്ട് ബന്ധപ്പെടുവാൻ പറ്റുന്ന ഇടയായി. ആ സമയത്ത് തന്റെ ഭവനത്തിൽ എന്നെ കൊണ്ടുപോവുകയും സുവിശേഷം എന്നുള്ള നിലയിൽ വളരെ ന്യായ നിലയിൽ സൽക്കരിക്കുവാൻ പറ്റുന്ന ഇടയാകുകയും ചെയ്തു എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കർത്താവിന്റെ നാട് കാണാനായിട്ട് പോയപ്പോൾ ഞാനുണ്ടായിരുന്ന അവർക്ക് വളരെ ആശ്വാസം പ്രകടിപ്പിച്ചു. താൻ കൂടെ വന്നിരിക്കുന്ന തന്റെ സഹധർമ്മിയെ ഞങ്ങളെ പരിമേൽപ്പിച്ച്, ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളെ പരിമേൽപ്പിച്ച് അയക്കുകയാണ്. 10 ദിവസക്കാലം ശ്രദ്ധിച്ചോളണം, എന്റെ സഹധർമ്മിന്റെ കാര്യം ശ്രദ്ധിച്ചോളണം, നിങ്ങളുള്ളതാണ് എനിക്ക് ആശ്വാസം എന്ന് പറഞ്ഞ് വിട്ട ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ട്. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത്. തനിക്ക് ഒരുപക്ഷെ ആ സ്വർഗീയ ഭൗതികമായ നാട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗനാട്ടിൽ ആ പ്രിയന്റെ അടുത്ത് എത്തി എന്നുള്ള വലിയ ആശ്വാസമാണ് നമുക്ക് ഉള്ളത്. നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് ദുഃഖമുണ്ട്, നല്ല വേർപാട്. എന്നാൽ പൗലോസ് പറയുന്നത് കൂടാരമായ ഭൂമഭവനമായിട്ട് പോയ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് നാം അറിയുന്നു. നമുക്ക് മാത്രം അറിയാവുന്ന ഒരു വലിയ സത്യമാണ് ആ കാര്യം. ഇത് കൂടാരമാണ്, മാറ്റിയടിക്കുന്നതാണ്. എന്നാൽ ഞാനിപ്പോൾ ഒരു കെട്ടിടത്തിലായിരുന്നു. അതാണ് നമുക്ക് ആശ്വാസിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. കർത്താവിനെക്കുറിച്ച് പറഞ്ഞത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലങ്ങളൊന്നുമല്ല പ്രാധാന്യം. പിന്നെയോ പിതാവിന്റെ ഭവനത്തിലാണ് പ്രിയപ്പെട്ടവർ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ സുരക്ഷിതത്വമുണ്ട്, അവിടെ എല്ലാ വിധമായ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ ആശ്വാസത്തിന്റെ ഉറവിടമുണ്ട്. അവിടെയാണ് ഇന്ന് കർത്താവിന്റെ ദാസൻ കണ്ടെത്തിയിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ. സമയത്തിന്റെ പരിമിതി മൂലം കൂടുതലായ വാക്കുകളൊന്നും പറയുന്നില്ല. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ അതുപോലെ മക്കൾ, സ്വന്തമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന വാക്കുകളോട് എന്റെ വാക്കുകൾ ഒരുമിക്കുന്നു. അവർ വീണ്ടും നാമം ഭൂതപ്പെടുന്നതാണ്. തുടർന്ന് സാറിന്റെ സുവിശേഷൻ യോഹന്നാൻകുട്ടി രോഗശരീരം ഇവിടെ വന്ന് ഞങ്ങളിലേക്ക് നീക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ 2 പദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് ദേവീകോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ, ദേവീകന്റെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഹൃദയത്തിൽ കാണാനാകാത്ത ദുഃഖം എന്നെ കഴിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 21 വർഷമായിട്ട് ഞാനും ദേവീകന്റെ കുടുംബവും ഒരു പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത നിലയിലുള്ള സുഹൃബന്ധം, ആത്മീയബന്ധം, കുടുംബബന്ധം ആ നിലകളിൽ സഹകരിക്കുന്നതായ അവസരം ഭർത്താവ് എന്ന്
എന്താണ് പറയുന്നത് വാക്കുകൾ എനിക്ക് പറയുവാനായിട്ട് ഒന്നും തന്നെ കഴിയുന്നില്ല. കാരണം ജൂൺ മാസം 1-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ 6:30 മണി വരെ ഒരുമിച്ച് ലോകത്തിൽ അനേക കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടിരിക്കുക. എനിക്ക് സ്വന്തമായിട്ട് കഴിച്ച കാത്തുണ്ടായിരുന്നു, അവിടെ കഴിച്ചു. ഒത്തിരി 1.5 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. എന്നാൽ അടുത്ത 1-ാം തീയതി മുമ്പ് ഇങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിൽ കണ്ടുവരുന്ന എത്രത്തോളം എനിക്ക് വിചാരിക്കില്ല. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായി, വളരെ ദുഃഖമുണ്ടായി. ആ അനുഭവത്തിൽ ഞാൻ ഇരുപതിയുമായിരിക്കുന്നു. എനിക്ക് ദൃഢമായിട്ടൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജയിക്കാൻ സാധിച്ചു പറയുമ്പോൾ ജയിക്കാൻ എനിക്ക് ഒരു നല്ല ആത്മീയമായിട്ടുള്ള ഉപദേശമായിരുന്നു. കുടുംബജീവിതത്തിന് ആവശ്യമായ ഉപദേശങ്ങൾക്കാണ് വ്യക്തിയായിരുന്നു. ശുശ്രൂഷ മേഖലകളിൽ ആവശ്യമായ ആലോചന നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ പല നിലകളിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരു കുടുംബമായി നിർവഹിക്കാനുള്ളത് എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇത് എന്റെ ഹൃദയത്തെ വളരെ ദുഃഖകരമായി ബാധിക്കുന്നവരാലും അപ്പുറത്തല്ലാത്തോട് പറയുമ്പോൾ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന അത്യുത്തമമല്ലോ. ആ അത്യുത്തമ പദവിയിൽ എത്തിച്ചേരുവാൻ കാരണം ഒറ്റ വിഷയം, മരണത്തെ വളരെ സന്തോഷത്തോടുകൂടെ കാത്തിരിക്കുന്നതായ ഒരു വ്യക്തി എന്ന് എനിക്ക് കഴിയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെതായ വിനോദ ലോകത്തിൻ്റെതായ അവസ്ഥകളൊക്കെ തന്നെ ഭരിക്കുമ്പോഴും സംസാരിക്കുന്ന സമയത്ത് വളരെ പ്രത്യാശയോടുകൂടെ കാത്തിരുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. ഈ അവസരത്തിൽ യവനോപുരുഷന്റെ കുടുംബത്തിന്റെ ദുഃഖം യവനോപുരുഷന്റെ സാന്ത്വന കഴിഞ്ഞില്ല. ദേശീയ സംസ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ, കഴിഞ്ഞ ആളുകൾ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ എല്ലാവരും ഇവിടെ കടന്നുവരാനിടയായി. യവനോപുരുഷ കുടുംബത്തിന്റെ ദുഃഖവും ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുഃഖവും അറിയിച്ചുകൊണ്ട് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാലയെ ആശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു. ഇതുമായി പ്രാർത്ഥന ചെയ്യും. അന്തരിയായ എംഎൽഎ വന്നിട്ടുണ്ട്. വളരെ കുറവാണ്. എങ്കിലും കണ്ടിരുന്ന ചില വാക്കുകൾ കേൾക്കാൻ കേൾക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അറിയിക്കണം. അനുഷ്ഠാനം അറിയിക്കുകയും ഇനി ഒരാളിൽ ഉള്ളവരെല്ലാം കുടുംബാംഗങ്ങളാണ്. സമിതിയോട് ബന്ധപ്പെട്ടും SBS ബന്ധപ്പെട്ടും 20 വർഷമായി 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 20 വർഷമായി
ചില വാക്കുകൾ പറയുവാൻ ക്ഷണിക്കുന്നു. എൻ്റെ അനന്തരനായതുകൊണ്ട് വിപുലമായി 1 minute for somebody and 1 minute for SBA. You will take 2 minutes. പ്രിയമായി ആത്മീയമായും ഭൗതികമായും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കൂടാതെ എൻ്റെ അമ്മയുടെ സഹപാഠിയാണ് അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. കിടക്കണം മുതൽ പാറമുള്ള കുടുംബാംഗമാണ് പേരിച്ചാൻ. എൻ്റെ പിതാവും ആത്മീയമായി വളരെ തൽപരനായിരുന്നു എന്ന പഴയകാല വൈദ്യുതി പാലസംഘ പ്രവർത്തകർക്കറിയാം. മാത്രമല്ല എബിനേസർ സമിതിയിലെ ഒരു അംഗം കൂടെയായിരുന്നു ഈ കുടുംബം. കൂടാതെ വ്യക്തിപരമായ കുടുംബമായിട്ട് അടുക്കുവാനുള്ള കാരണമുണ്ട്. ചാർലി മകനിമോളും ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്, സൺഡേ സ്കൂൾ പഠിച്ചവരാണ്. ആ സ്നേഹബന്ധം ഇന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് എബിനേസർ ദുഃഖം പ്രാർത്ഥന നിങ്ങളോട് ദൈവങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. മാത്രമല്ല ഇവിടെ പല കർത്താവദാസന്മാരും ഓർപ്പിച്ചതുപോലെ സുവിശേഷം പാരസ്യത്തിൻ്റെ ജനറൽ പ്രസാദായിരുന്നു പേരിച്ചാൻ. 1977 ബാലസംഘം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് വളരെ ഉത്സാഹത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ അത് മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് പേരിച്ചാൻ. തന്റെ പല സഹപ്രവർത്തകരും ഈ ദിവസങ്ങളിൽ എവിടെയൊക്കെയുണ്ടായി. സുവിശേഷ ബാലസംഘത്തിന്റെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന സുവിശേഷകൻ എബ്രഹാം തോമസ് കൊച്ചി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനം ഈ സമയത്ത് ഞാൻ അർപ്പിക്കുകയാണ്. സുവിശേഷ ബാലസംഘം ജനറലിലെ പല പ്രവർത്തകരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിനുവേണ്ടി പങ്കുവഹിക്കുന്ന എന്നെ സുവിശേഷ ബാലസംഘത്തിന്റെ പ്രത്യേകമായ ദുഃഖം അറിയിക്കുവാനായി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യവും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഓരോ ദിവസങ്ങളിലും സർവാശ്വാസപൂർവമായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയമാമയും കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, കൊച്ചുമക്കളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കും. കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ളവരെല്ലാം കുടുംബാംഗങ്ങളാണ്. വിശേഷാൽ സഹോദരി ഭവനോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വാർത്തയിലെ സഹോദരി ജോയിസ് ഇവിടെ വന്നിട്ടുണ്ട്. സിസ്റ്ററാണ്. അതുപോലെ കാനഡയിൽ നിന്ന് സഞ്ചരിച്ച് ഗ്ലോബൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇരുവരും പറയാൻ സാധിക്കുന്നുണ്ട്. അത് ദീർഘമായി സംസാരിക്കുകയില്ല. അത് മാത്രമല്ല, കോട്ടയത്ത് നിന്ന് കുടുംബത്തെ ഉദ്ഘാടനം ചെയ്ത് ചോദിക്കാനുണ്ട്. ഫാമിലിയെ ഉദ്ഘാടനം ചെയ്ത് ബെജി ജോർജുണ്ട്. അതുപോലെ സിഒ ആന്റണി ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ മിനിറ്റുകൾക്കുള്ളിൽ നടത്തേണ്ട കാര്യങ്ങളാണ്. ക്ലാസ്സിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 11:45 അതിനുശേഷം എത്രാമത്തെ ദാസൻ എത്രത്തന്നെ വചന ശുശ്രൂഷ ചെയ്യുന്നതായിക്കൊണ്ട് ആകെയാണ് നമുക്കെല്ലാം ക്രമീകരിച്ച് നിർവഹിക്കാൻ നിലനിർത്തട്ടെ. പരമാവധി സമയം നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സമയം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ദയവായി കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ സഹോദരി ഭവനെ കുടുംബത്തെയും പ്രധാനത്തെയും ജോയ്സ് എന്ന വാക്കിൽ നമ്മളോട് സംസാരിക്കും. കർത്താവ് ദാസി ക്ഷമിക്കണം.
കൊല്ലം സഭയോടുള്ള ബന്ധത്തിൽ ആദ്യം നാളുകൾ അത് ആരംഭിച്ച കാലത്ത് ഉണ്ടായിരുന്ന പല സഹോദരന്മാരെന്ന് കൊല്ലം സഭയിൽ ഇന്നത്തെ കൊല്ലം സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സഹകരണം അവിടെ കണക്ഷനുകളൊക്കെ നോക്കുന്ന സമർപ്പണത്തിൽ അപ്പോൾ അവിടെ നേരിട്ട് ചേർന്ന് വന്ന് കൊല്ലം സഭയുടെ കണക്ഷനോടുള്ള ബന്ധത്തിൽ വളരെയധികം സഹകരണം കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സ്വാതന്ത്ര്യത്തോടുള്ള ബന്ധത്തിൽ നേരിട്ട് വിവാഹം കഴിഞ്ഞ് നാളെ മുതൽ സ്വാതന്ത്ര്യത്തിൻ്റെ പലവിധമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് സഹായമായിരുന്നു. അത് ഞങ്ങളുടെ വിശ്വാസത്താൽ നിർവഹിക്കുന്ന ആ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ അതിന് ഓരോ മുറികളിലേക്കും പല മുറികളിലേക്കും എത്തുന്ന നോക്കുമ്പോൾ ദൈവത്തിന്റെ ഓർക്കാക്കാൻ ആ കുടുംബത്തെ ഓർക്കാക്കാൻ സമയമില്ല. അതായത് അതിൻ്റെ കാര്യങ്ങൾ പല നിലയിലോ പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് വേണ്ടിയായി വരുന്നതുകൊണ്ട് അതുപോലെ സാമ്പത്തികമായി ആരംഭ നാളുകളുടെ സൗകര്യങ്ങളോട് ബന്ധത്തിൽ കണ്ടുകൊണ്ട് മാത്രമല്ല ഞാൻ ചുമതലയെടുത്ത നാളുകളുണ്ട് പല കാര്യങ്ങളും കുറിച്ച് ചോദിക്കുകയും പറയുകയും അതിൻ്റെ സഹായവും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയും മക്കൾ വളരെ ആശ്വാസമായി പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യമായിട്ട് എൻ്റെ സമയം കടന്നു പോകുന്നുണ്ട്. ആദ്യമായിട്ട് സാധാരണ മകളെ അവർ ജനിച്ചു സമയത്ത് പച്ചക്കറികളാണ് അധ്വാനിക്കായി കൊടുത്തത്. ആ നിലയിൽ ആ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന 3 മക്കൾക്കും മമ്മി എന്ന് വിളിക്കുന്ന ആ പ്രത്യേക സ്നേഹവും ബന്ധവും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും ആത്മീയവും ഭൗതികമായ ഉപയോഗത്തിൽ സൗകര്യങ്ങളോടുള്ള നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ട എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ സഹായം ആശ്വാസമായിരുന്നു എന്നുള്ള കാര്യം നമുക്കുള്ള മാത്രം ഓർമ്മിക്കുന്നു. മാത്രമല്ല ഈ ദിവസത്തിൽ തനിക്ക് ആക്സിഡന്റ് പറ്റി പുസ്തക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ രാത്രി 11 മണി ശനിയാഴ്ച സാധന വിളിച്ചു മമ്മി താഴെ ആക്സിഡന്റ് പറ്റി ഞങ്ങൾ എന്നെ പുസ്തകത്തിലേക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞു. രാത്രി ആരും പോകാൻ പറ്റില്ല. പിറ്റേ ദിവസം ചെന്ന് കണ്ടു കഴിഞ്ഞ് വെച്ച് ഞാൻ പറഞ്ഞു അതേക്കൂടെ വരുത്താനുള്ള ശ്രമമായിരുന്നു. ഈ രോഗത്തെ കൊണ്ടു ചിന്തിച്ചു. അതിനുശേഷം ചൊവ്വാഴ്ചത്തെ ഓപ്പറേഷൻ കൊണ്ടുവന്നത് കണ്ടു. ഓപ്പറേഷൻ കൊണ്ടുവന്നത് അതിരാവിലെ 7 മണിക്ക് കൊണ്ടുവന്നതിന് മുമ്പ് തന്നെ കടന്ന് എന്നും കണ്ടു. കൈ കൊടുത്തു. കൈ തന്നു പ്രാർത്ഥിച്ച് കേട്ടിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെയായി നടത്തിക്കൊണ്ട് വന്നപ്പോൾ കണ്ണു കൊടുത്ത് കണ്ടു. സംസാരത്തിൽ വ്യക്തമായില്ല. ഒരു ദിവസം രാവിലെ കേൾക്കാൻ കഴിഞ്ഞത് ഞാൻ ഇവിടെ അന്വേഷിച്ച് അങ്ങോട്ട് ചോദിച്ചപ്പോൾ നമ്മൾ ഇച്ചിരി സീരിയസ് ആണ്. ചില നിമിഷങ്ങൾക്കുള്ളിൽ കടന്നുപോയി എന്ന് കേട്ടു. അത് വളരെയധികം ദുഃഖമായിരുന്നെങ്കിൽ കർത്താവിനെ സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും കഷ്ടപ്പെടുവാനും കഷ്ടതയുടെ നാളുകളെ അവസാനിപ്പിച്ചു. വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത കണ്ണുനീരില്ലാത്ത രാജ്യത്തോടെ തന്നെ കൊണ്ടുപോയി. എന്നാൽ എൻ്റെ സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളോട് വേദനാജനകമായ ഒരവസ്ഥയാണ്. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന പ്രത്യാസം നൽകുന്ന ദൈവം ജീവിക്കുന്നുണ്ട്. അതിനുള്ള പ്രത്യാസമുണ്ട്. ഞങ്ങളുടെ പ്രത്യേകങ്ങളെ ആശ്വസിപ്പിക്കും. വരും ദിവസങ്ങൾ ആ ആശ്വാസത്താൽ നിറവേറുവാൻ കടന്നു പോകുന്നതിലേക്ക് കാണിക്കുന്നു. അവിടെ മറ്റാരെക്കൊണ്ടും സാധ്യമല്ല. ദൈവം അതിനോടെല്ലാവരും തന്റെ വന്നതായി നോക്ക് അവരുടെ ആശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള പ്രത്യാസമുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് പ്രത്യേകമായ ആശംസകളും സമാധാനം വാക്കുകളും ആശംസകളും തരുവാണ്. പ്രിയപ്പെട്ട
That is another sister, Mary. I will go on to take a few words. എനിക്ക് രണ്ടായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ചേട്ടത്തിനാണ് ഭർത്താക്കന്മാരെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്നു. എനിക്ക് ആ കൂടെ 6 ചേട്ടന്മാരാണ്. അഞ്ചാമത്തെ ചേട്ടനാണ് ജയിച്ചത്. 2 ദൈവമായിരുന്നു വന്നിരുന്നത്. ഏറ്റവും മൂത്ത ചേട്ടൻ ജയിച്ചാനായിരുന്നു. ഇതിൽ ജയിച്ചാൽ 2 ജയിച്ചാണ് ഇപ്പോൾ എനിക്ക് എല്ലാവരും പറയുവാൻ ചേട്ടന്മാർക്ക് വിളക്കില്ല. 3 ലക്ഷം 8 ലക്ഷം വരുന്നുണ്ട്. പപ്പ തന്നെ വിളിച്ചിരുന്നത് പപ്പായി നടന്നുപോയി ജയിച്ചാലും ഇന്ന് ഞങ്ങളൊക്കെ പറയാം. എനിക്കൊട്ട് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇന്ന് ഞങ്ങൾ 5 ഫാമിലി കാണ്ടായിലുള്ള 5 ഫാമിലിയെ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് മാത്രം എത്തുവാൻ സാധിച്ചു. മറ്റുള്ളവർക്കെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ നിമിഷം വിളിച്ചുകൊണ്ടാണ് ഇരുന്നത്. ജയിച്ചാൻ്റെ ആദ്യത്തെ നിര്യാണ വാർത്ത എനിക്ക് തോന്നുമ്പോൾ ഞാനായിരിക്കും ആദ്യം അറിഞ്ഞത് തോന്നൽ. കാരണം ജയിച്ചാൻ സുഖമില്ലായെന്ന് പറഞ്ഞ് വിളിച്ച് നിർത്തിയോടെ തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ചാവിമാനെ കിട്ടി. ചാവിമാൻ ആഴ്ചയിൽ വരെ വന്ന ഉടനെ ആ ഫോണിൻ്റെ എടുത്തപ്പോൾ മമ്മി ആൻറ്റി ഡാഡി കടന്നുപോയി ആദ്യം കേട്ട വാക്ക് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഞാൻ നേരത്തെ നിരീക്ഷിക്കാൻ എനിക്ക് സൈക്കിളുമായിട്ടുള്ള ഒപ്പക്കാരിയല്ലാതെ ഇതൊന്നും സാധിക്കില്ല. എൻ്റെ മൂത്ത എൻ്റെ 2ാമത്തെ മകള് ആ സമയത്ത് മക്കളോട് ഡെലിവറി വീട്ടിലായിരുന്നു. ഞാൻ അമേരിക്കയിലായിരുന്നു. അത് ആ നിമിഷം തന്നെ മോളെ ക്യാമ്പായി പറഞ്ഞിട്ടു. ക്യാമ്പായി നേരെ വെളുക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ അമേരിക്ക വന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറാനാണ് സാധ്യത. കാരണം എനിക്ക് ഒരു വിധത്തിലും അവിടെ നിന്ന് ഫ്ലൈറ്റ് നേരിട്ട് ഗൾഫിലോട്ട് ഫ്ലൈറ്റ് കിട്ടാത്ത സന്ദർഭമായിരുന്നു. അങ്ങനെ അവധിയുള്ള സമയമായതുകൊണ്ട് ഞാൻ ഒരു വിധത്തിലും വരാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വീട്ടിലെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അച്ഛൻ വന്നോന്ന് നോക്കി. പക്ഷേ ടിക്കറ്റിൻ്റെ പ്രയാസം കാരണം അഞ്ചാരും വരുവാൻ സാധിച്ചില്ല. എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ അവിടെയുള്ള സഹോദരങ്ങളെയും എല്ലാവരെയും അനുശോചനം ഞാൻ സമയത്ത് അറിയിക്കുകയാണ്. വീഴ്ച നിങ്ങൾക്ക് നഷ്ടമായി. മേലുവാമ എനിക്ക് പറയാൻ സാധിക്കും. മേലുവാമയെക്കുറിച്ച് പറയുന്നത് എനിക്ക് 2 സമയത്ത് എൻ്റെ 2 സന്ദർഭങ്ങളൊരു പെണ്ണിന് അമ്മയുടെ സ്ഥാനം ആവശ്യമായ 2 സന്ദർഭങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ 2 സന്ദർഭങ്ങൾ എനിക്ക് ഇത്രയും സഹോദരങ്ങൾ ചേർക്കുന്നവരുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ അമ്മമാരെക്കാൾ ഏറ്റവും എൻ്റെ അമ്മയെക്കാട്ട് കൂടുതൽ സഹോദരങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അതുപോലെ കാണിച്ചെന്നെ വളർത്തി ചെയ്ത് കൊടുത്ത് എനിക്ക് 2 സന്ദർഭങ്ങളിൽ എന്നെ 2 സമയങ്ങളിൽ എൻ്റെ ആവശ്യം നിറവേറ്റാൻ സാധിച്ചത് വീട്ടുമായിട്ടാണ്. ആ കൂടുതൽ ബന്ധം എനിക്ക് അമ്മമ്മയുടെ കൂടുതലുണ്ട്. അതിലായിട്ടേറെ സഹോദരൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വേച്ചാൻ കല്യാണം കഴിക്കുന്നത്. ആ സമയം മുതൽ വേച്ചാന് ഒരു ചേട്ടനായിട്ടോ ഒരാങ്ങളായിട്ടോ ഏത് കാര്യത്തിലും എനിക്ക് അടിയിടാനും വഴക്കുണ്ടാക്കുവാനും കാര്യങ്ങൾ സാധിച്ചു തരാനും എൻ്റെ എന്ത് ആവശ്യങ്ങൾക്കും എൻ്റെ ഏത് ആവശ്യം എൻ്റെ വിവാഹം വരെയും എൻ്റെ എന്ത് ആവശ്യങ്ങൾ നിർബന്ധങ്ങൾ സാധിക്കുവാൻ ആ ഫാമിലി എനിക്ക് ഒരുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം പേര് പറയുന്നത് അവരുടെ പേര് കാരണം ഏറ്റവും അവരുമായിട്ട് കൂടുതൽ സഹകരിച്ചവർ ഏത് നിമിഷം ചാലുമാനും പ്രമോദമാനും മോളും അജിത്തും അവർ അത്രമാത്രം പ്രിയപ്പെട്ട പറയാൻ എനിക്ക് ഒരു പണിയില്ല. അത്രമാത്രം അവർ എൻ്റെ മക്കളെ കൊണ്ടുനടത്തി ഏത് കാര്യങ്ങളിലും അവിടെ ഞാൻ എന്നോട് പോരാൻ ടിക്കറ്റിൻ്റെ കാര്യം പ്രയാസം വന്നപ്പോൾ എന്നെ സണ്ണിലോ പറഞ്ഞത് മമ്മി മോളെ വായിൽ നിന്ന് എപ്പോഴും കേട്ടുള്ള വാക്കുകൾ അവരുടെ പേരുകളായിരുന്നു. അത് കാരണം മമ്മി പോയേ പറ്റത്തുള്ളൂ. ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണം. മമ്മി പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അധികം നിർബന്ധിച്ച് മക്കളെന്നെ വിടാൻ എനിക്ക് സാഹചര്യം ഒരുക്കി തന്നു. എൻ്റെ ഭർത്താവ് അതുപോലെ എനിക്ക് അച്ഛൻ വരാനൊക്കെ നീയിൽ പോയോളെന്ന് പറഞ്ഞ സഹോദരങ്ങൾ അതുപോലെ തന്നെ എനിക്ക് അത്രമാത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ടിക്കറ്റ് കിട്ടുവാനും വരുവാനും ഈ സന്ദർഭം എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് വരുവാൻ സാധിച്ചത് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ എനിക്ക് പറയാൻ സന്ദർഭമില്ലാത്ത കാരണത്താൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ മുമ്പ് അമ്മ പറഞ്ഞ പോലെ ഞാൻ 9 മക്കളുടെ 7ാമത്തെ മകളാണ് അമ്മ. കാരണം പലവിധമായ പ്രയാസങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം അമ്മയ്ക്ക് ദുഃഖങ്ങളോ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആരോടും പറയാതെ ആ ദുഃഖങ്ങളൊക്കെ അകറ്റുവാൻ അതൊക്കെ മണത്തി കഴിച്ചു കുടിച്ച് നിന്നുകൊണ്ട് തിരിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള കൃപ അവർക്ക് ഞാൻ പലപ്പോഴും അവരെ രണ്ടിനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാൻ ലൗകാശങ്ങളാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് കല്യാണം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ 2 പേരും ബൈക്കിനകത്ത് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ നാട്ടുകാരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു ലൗകാശം വരുന്നതെന്ന്. പിന്നെ
കോട്ടയത്ത് ഞാൻ കുറച്ച് നാൾ ഞാൻ വെച്ചാലും മാണിച്ചാലും കുറച്ച് നാൾ കോട്ടയം ഉണ്ടായിരുന്ന സന്ദർഭം എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി പറയും. കാരണം അവരുടെ ജയിച്ചാൽ അതുപോലെ കാണാം ആ രീതിയിലായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും അവരെ ജയിച്ചാനെ അറിയാത്ത ഫ്രണ്ട്സ് ആരുമില്ല, മിക്കവാറും എല്ലാവരും ജയിച്ചാനെ അറിയാം. കാരണം അത്രമാത്രം ആ രീതിയിലുള്ള ബന്ധം എനിക്ക് കൂടുതലായിട്ട് എനിക്ക് അവിടെ ജയിച്ചാനോട് എനിക്ക് കുറച്ച് സമ്മതമുണ്ട്. ആ കുടുംബത്തെ ഓർക്കുമ്പോൾ തീരാത്ത ദുഃഖം, നമ്മളുടെ വേദന, മക്കളുടെ വേദന എത്രമാത്രം ഇനി അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേദനയാണ്. അതിനാൽ എല്ലാ ദൈവങ്ങളും അവർക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കയ്യിലും പിന്നെ ഇവിടെ കടന്നു വരാൻ കഴിയാത്ത ഞങ്ങളുടെ ഏറ്റവും വളരെ നേരെ പോകുന്ന ദേശത്തിലുള്ള കാരണം അമ്മമ്മയും ഞാൻ അനിയത്തിമാരുടെ കഥയാണുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ജയിച്ചാൽ അത്രമാത്രം ഞങ്ങൾ അത്രമാത്രം സമ്മതിത്തോടെ ഞങ്ങൾ പറയുമായിരുന്ന എല്ലാ കാര്യങ്ങളും. കാരണം ഞങ്ങൾ ഒരു ബ്രദറെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭാഗങ്ങളെടുത്ത് പറയാൻ പല കാര്യങ്ങൾ പറയാനുള്ളാത്ത കാര്യം ഈ ചേട്ടനെ വിളിച്ചത് പറഞ്ഞാൽ ഞാനും ലക്ഷ്മമ്മയെ കാര്യം സാധിച്ചു കൊടുക്കുന്നത്. കാരണം അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ ചേട്ടൻ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്നത് ചെയ്ത് വിളിച്ചാൽ ഓർക്കുന്നത് എനിക്ക് മക്കളെ ഓർക്കുന്നത് 19 പേര് എനിക്കുണ്ട്. ഞങ്ങളെല്ലാവരും മണിക്കൂറുകൾ പറയുവാനുള്ള ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ട്. സമയം വളരെ കുറവായതുകൊണ്ട് ഇതിലേക്ക് നിർബന്ധിതനായതാണ്. ശ്രീ അർഷിയോ ആന്റണി ശിഷ്യന്റെ മകൾ ആനി വിവാഹം ചെയ്ത ആളാണ്. ജോഷാചാര്യ മകൾ ആനിയുടെ ആളാണ്. അദ്ദേഹത്തിന് വരുവാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ലീവ് കിട്ടുവാൻ ലഭ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സുദീർഘമായ ഒരു കത്ത് താൻ അയച്ചിട്ടുണ്ട്. സോഫാലേക്ക് റീഡ് ഓൾ പോർഷൻസ് ഓഫ് ദ ലെറ്റർ ടുഡേ. കണ്ടന്റ് മാത്രം പറയാം. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്ന കാലം മുതൽ തുടർന്ന് ഗോപി ഭവനങ്ങൾ പാർത്ത സമയം മുതൽ കുട്ടിയുടെ സ്നേഹ പരിപാലനം അവർക്ക് അനുഭവിക്കാൻ ഇടയായി. ഷാർജ അസംബ്ലിയുടെയും അതുപോലെ തന്നെ അജ്മൻ അസംബ്ലിയുടെയും ദുഃഖം ഈ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. പ്രിയ ആന്റണിയുടെ കത്ത് ദീർഘമായ കത്തായതുകൊണ്ട് മൊത്തം ഞാൻ വായിക്കുന്നില്ല. വളരെ ഹൃദയസ്പർശിയായ വാക്കുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദാസനെ ദൈവം ആദരിക്കട്ടെ. ഇനി രണ്ടുപേരിലൂടെ അനുസ്മരണം പറയുവാനുണ്ട്. രണ്ടുപേരിലൂടെ രണ്ടുപേരുടെ അനുവദിക്കുവാൻ സാധ്യതയുള്ളൂ. അതിനപ്പുറം പോകാൻ കഴിയില്ല. ഒന്നാം കോട്ടയത്ത് നിന്ന് ജോയിച്ച് വന്നിട്ടുണ്ട്. ഇവർക്ക് അദ്ദേഹം അനുസ്മരണം പറയുക. ശേഷം പ്രിയ രജി ജോർജ് ഫാമിലിയെ പ്രതിനിധാനം ചെയ്ത് ഒരു മിനിറ്റ് അനുസ്മരണം പറയും. അതോടുകൂടി അനുസ്മരണം അവസാനിക്കുകയാണ്. തുടർന്ന് 10 നിമിഷം ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുകയും 12 കാലോടുകൂടി പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജോയിച്ചാനെയും അതുപോലെ രജി ജോർജിനെയും ക്ഷണിക്കുന്നു. അനേകം കാര്യങ്ങൾ ഓർക്കുവാനും പറയുവാനുമുണ്ട്. അതിനുള്ള സന്ദർഭം സമയമില്ല. ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ 1964 ഞാൻ ബാല സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഡിആർഡിയുമായിട്ട് ബാലസംഘത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കാൻ ഇടയായി വന്നു. അതിൻ്റെ ശേഷം
1971 ആ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുവാനും അങ്ങനെ ഭൗതികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുവാനും ഇടയായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഞാൻ ഒരു അഴിയൻ എന്നതിലേക്ക് വരികയും വിളിച്ചിട്ടില്ല. പിന്നെയോ അച്ഛനില്ലാതെ ഇന്ന് വരെയും എന്നെ വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ മൂത്ത ബ്രദറും ഞങ്ങളുടെ കുടുംബമായിട്ട് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോൾ വളരെ സുസ്മേരപരമായിട്ട് യാതൊരുമായിട്ടുള്ള വേദനയും ഇല്ല എന്ന് പറഞ്ഞതായിട്ടുള്ള ദേവിയെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിച്ചാണ് പിന്നെ തിരിഞ്ഞെന്നാൽ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവം തക്ക സമയത്ത് കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിനാണ് ദൈവത്തിന്റെ ഹിതം. നമുക്ക് ചോദിക്കുവാനായിട്ടോ ചെയ്യുവാനായിട്ടോ നമുക്ക് അർഹതയില്ലല്ലോ. നാം ദൈവമക്കളാണത്. ഇനിയും ഈ പ്രിയപ്പെട്ടവനെ നമുക്ക് കാണാനുള്ള വലിയ പ്രത്യാശ നമ്മൾ തന്നിരിക്കുകയാണ്. ആ നല്ല സമയത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ദേവിക്ക് 3 സിസ്റ്റേഴ്സാണുള്ളത്. ആ 3 സിസ്റ്റേഴ്സിനെയും പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖം ഈ സമയത്ത് ദേവിയുടെ മക്കളോടും പ്രത്യേകമായ വേദിയോടും അറിയിക്കുകയാണ്. സർവ്വകൃപാലമായ ദൈവം അവർക്ക് ആശ്വാസത്തെ കൊടുക്കട്ടെ. അവൻ്റെ പുണ്യനാമം മഹത്വപ്പെടുന്നതാണ്. അടുത്തുണ്ടായിരുന്നത് ജ്യേഷ്ഠത്തിൽ നിന്ന് മിക്കവാറും എല്ലാ ആഴ്ചകളിലും അവർ രണ്ടുപേരും കൊണ്ട് വരാറുണ്ടായിരുന്നു. അന്ന് വലിയ ബന്ധം അവിടെ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളുടെ അതിനപ്പുറമായിട്ട് അവരുടെ മൂത്ത മകനെന്ന നിലയിൽ ആ ഒരു സ്ഥാനത്ത് എന്നെ കാണുകയും അതേപോലെ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടായിരുന്നു. കുടുംബകാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ ഒക്കെ ഞാനുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. എപ്പോഴും പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കും, പല കാര്യങ്ങൾ അറിയും. ആ നിലയിലൊരു ബന്ധം വരികയായിരുന്നു. അങ്ങനെ സംഭവിക്കുകയുള്ളൂ കഴിയുകയുള്ളൂ. എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ചില സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചോദിക്കുകയെങ്കിലും ഈ അധ്വാനം നിർത്തിക്കൂടെയായിരുന്നു. വളരെ അധ്വാനിച്ചിരുന്ന ആ ഒരു അധ്വാനിച്ചിട്ട് ചെറുപ്പകാലത്ത് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പത്താമത്തെ സ്വയം കൂടെ ചെറുപ്പകാലം മുതൽ കുടുംബത്തിൽ കൊടുക്കുന്നതിന് വളരെ അധ്വാനിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ കളികളിലും അതിലൊക്കെ എൻ്റെ കൂടെ കൈ ചെന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ അധ്വാനം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ച് ഞാൻ ദേഷ്യപ്പെട്ട സമയത്ത് ഉണ്ടായിട്ടുണ്ട്.
ഏത് ആവശ്യങ്ങളിലും അവർക്ക് പ്രോത്സാഹനമായിട്ട് അവരോടുകൂടെ എപ്പോഴും ഇത്രത്തോളം അവർക്ക് വേണ്ടി അധ്വാനിക്കുവാൻ വളരെയേറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു വിശ്വാസം ദൈവം ഒരുക്കി. അതേക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ദൈവം കൃപകളുടെ പല കാര്യങ്ങൾ മക്കളുള്ള കാര്യത്തിൽ പല കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ഒരു കൂട്ടമായിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾ പറയാറുണ്ട്, പലതും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ തുടരുവാൻ ആ ഒരു കൃപ ചെയ്ത് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. പ്രിയ അമ്മാമയെ ഒരു ദിവസങ്ങളുടെ ഞങ്ങളൊക്കെ അവരുടെ ആശ്വാസം സമാധാനം വന്ന് ആശ്വസിപ്പിക്കാതെ അവരെ ആശ്വസിക്കുന്നു. അതിനകത്ത് പറയാറില്ല. പറയട്ടെ ഈ പോരാട്ടം പറഞ്ഞു ആഗ്രഹിക്കുന്നില്ല. വാഴ്ത്തപ്പെടട്ടെ. അനുസ്മരണകൾ ഇവിടെ അവസാനിക്കുന്നു. ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാടി വചന ശുശ്രൂഷ നാം കേൾക്കുവാൻ പോവുകയാണ്. പ്രധാനദാസൻ സജീവ് വർഗീസ് അദ്ദേഹം വളരെ നന്നായി ഏത് കാര്യവും ഷോർട്ട് ആൻഡ് സ്വീറ്റായി അവതരിപ്പിക്കുവാൻ ഒരു പ്രാതിനിധ്യം കൊണ്ടുവരുന്നതാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വിവരം കേൾക്കാം. പറഞ്ഞ സമയത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം അവസാനിക്കും. ദയവായി എല്ലാവരും സഭയിൽ മാറുന്നതാണെന്ന് അപേക്ഷിക്കും. പോലെ കൃത്യമായ അനുഭവങ്ങൾ തന്നെയാണ് അനുസ്മരണയായി എനിക്കും പറയുവാനായിട്ടുള്ളത്. എന്നാൽ അതിനുള്ള സമയം ഇല്ല എന്ന് നമുക്കറിയാം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പെട്ടെന്ന് സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കടന്നു വന്നപ്പോൾ അന്ന് രാത്രി തന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ മടങ്ങി പോകേണ്ടതുണ്ടായിരുന്നു.
എന്നാൽ മീറ്റിംഗൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ മഴ. അതുകൊണ്ട് 1 മണിക്കൂറോളം അവിടെ കാത്തുനിന്ന ശേഷമാണ് എനിക്ക് മടങ്ങി പോകാനായിട്ട് സാധിച്ചത്. ആ സമയത്ത് പ്രിയവേശാനും മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ അരികിൽ കടന്നു വന്ന് എന്നോട് ഇങ്ങനെ ഒരു വാചകം പറയുന്നു. 1.5 മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഈ മഴ പെയ്തുകൊണ്ട് നമുക്കൊരു അല്പസമയം ഇരുന്നു വർത്തമാനം പറയാനായിട്ട് ലഭിച്ചല്ലോ എന്ന്. ഞാനാണ് അവിടെ എടുത്ത ആ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ഞാൻ തമ്മിൽ അന്ന് നടത്തിയത്. ഈ പ്രിയ വിഷയവുമായിട്ടും ആ കുടുംബമായിട്ടും എൻ്റെ അമ്മാച്ചൻ മനസ്സോണം പറയുന്ന സുഹൃത്ത് ഐക്മാത്യു, ആ അദ്ദേഹത്തിൻ്റെ പിതാവ് യോഗീശാൻ, ആ കുടുംബവുമായിട്ട് ഇവർക്കുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ് ഈ പ്രിയപ്പെട്ടവരുമായിട്ട് എനിക്കും പരിചയപ്പെടുവാനും പിന്നീട് ആത്മീയ സൗഹൃദമായി തുടരുവാനും കഴിഞ്ഞ നാളുകൾ ഇടയായത്. പ്രിയമക്കളായ ചാർലിയോടും പ്രമുഖനോടും ആ നിലയിൽ തന്നെ കൃത്യമായ സൗഹൃദ ബന്ധത്തിൽ നിലനിൽക്കുവാനും ദൈവം സഹകരിയാക്കി. ഞാൻ അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുലവൻ സഭയിലെ സുവിശേഷകനായിരുന്ന കർത്തദാസൻ സിജി വർഗീസ് അദ്ദേഹത്തെ പുലവൻ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാണ്. ചില ആളുകൾ അദ്ദേഹങ്ങളുടെ വീക്ഷയോടാണ് ആ നിലയിൽ ബന്ധപ്പെടുത്തി കൊടുത്തത്. ചില ആളുകളുടെ ശുശ്രൂഷയിൽ തുടർന്നു. പിന്നീട് അദ്ദേഹം തനിക്ക് ലഭിച്ച പ്രത്യേകമായ വിളിയനുസരിച്ച് വിശ്വകാലിലേക്ക് കടന്നുപോവുകയും നമ്മുടെ ദുർഗാപൂരിൽ കർത്താവിന്റെ വേല തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ജിജി വിളിച്ചിരുന്നു. 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം നാട്ടിൽ വന്ന് മടങ്ങിപ്പോയത്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തന്റെ പ്രത്യേകമായ ദുഃഖവും അനുശോചനവും കുടുംബാംഗങ്ങളെ അറിയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതും ഞാൻ പരസ്യമായിട്ട് അറിയിക്കുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ള സമയം കഴിയും എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പറഞ്ഞ സമയങ്ങളൊക്കെ മുൻപോട്ട് പോയി. എന്നാൽ എന്നോട് രഹസ്യമായിട്ട് ഒരല്പസമയം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ആ സമയം വരെ പോലും എടുക്കാതെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം, സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. ഒരു സങ്കീർത്തന ഭാഗമാണ് 8-ാം സങ്കീർത്തനം. അതിനുള്ളിലെ വളരെ പ്രശസ്തമായ ഒരു കൊച്ചു വാക്യമാണ്, ഒരു ചോദ്യമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത്. അതിലൂടെ ചില സത്യങ്ങൾ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഞാനതിന് മുഖപുരിയോ പശ്ചാത്തലമോ ഒന്നും വർണ്ണിക്കുവാൻ തുനിയുന്നില്ല. മറിച്ച് മനുഷ്യർക്ക് ദൈവവചനം തന്നെ കൊടുത്തിട്ടുള്ള വിവിധങ്ങളായ പേരുകളിൽ ഒന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ അനേക ആളുകൾ കൂടിയിട്ടുണ്ട്. നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി ദൈവവചനം പറഞ്ഞിട്ടുള്ള പല പേരുകളിൽ ഒന്നാണ് മർത്യൻ എന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥവും നമുക്കെല്ലാം അറിയാം. മരണത്തിന് വിധേയൻ എന്നാണ്. നമുക്കറിയാം മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സാധാരണ കാണുന്നില്ലെങ്കിലും ചില നാളുകൾക്ക് മുൻപൊക്കെ ശവശരീരങ്ങൾ ഒരു മഞ്ചത്തിലാക്കി ചിലർ വലിച്ചുകൊണ്ട് തള്ളി അങ്ങനെയൊക്കെയാണ് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയിരുന്നത്. അങ്ങനെയൊരു കാലം നമുക്ക് പുറകോട്ട് നോക്കിയാൽ കാണാം. ആ ശവമഞ്ചത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകമായ വാചകവുമുണ്ട്: ഇന്ന് ഞാൻ, നാളെ നീ. ഇത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇന്ന് പ്രിയ വേദിച്ചായി നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തന്നെ ഈ പെട്ടിക്കുള്ളിൽ കിടക്കുകയാണ്. അല്പനിമിഷങ്ങളിലൂടെ ഇവിടെ കിടന്ന് നാം ഈ ശരീരം കൊണ്ടുപോയി കല്ലറയിൽ മറവ് ചെയ്യുവാൻ പോകുകയാണ്. ഈ കിടപ്പിൽ മൗനമായിട്ട് താനും നമ്മോട് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്: ഇന്ന് ഞാൻ, നാളെ നീ. ഈ പേര് അത് തന്നെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്. മനുഷ്യൻ മർത്യനാണ്. മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഓർപ്പിച്ചല്ലോ, മരണത്തിന് വിധേയനാണ്. നാം ആരുമായിക്കൊള്ളട്ടെ, എത്ര സമ്പത്തുള്ളവരും ആയിക്കൊള്ളട്ടെ, എത്ര വിദ്യാഭ്യാസമുള്ളവരും ആയിക്കൊള്ളട്ടെ, സമൂഹത്തിൽ എത്രമാത്രം സ്ഥാനമുള്ളവരും ആയിക്കൊള്ളട്ടെ, ദൈവവചനം അല്ല, നമുക്കറിയാവുന്ന യാഥാർത്ഥ്യം ഞാൻ ഒരിക്കലൂടെ ആവർത്തിക്കുന്നു: ഞാനും നിങ്ങളും മരണത്തിന് വിധേയർ തന്നെയാണ്.
ദൈവത്തിന്റെ വചനം ഒരു പരിധി വെച്ചിട്ടുണ്ട്. 70 ഏറെയായ 80 എന്നൊക്കെ. ആ പരിധി വരെ എത്തിയില്ല എങ്കിലും ചില ആളുകളിൽ മാറ്റപ്പെടുന്നു. ചിലർ ഒരുപക്ഷെ ഒരല്പകാലം കൂടെ ജീവിച്ചിരിക്കുന്നു. എന്തായാലും നമുക്കറിയാം, ജനിച്ചോ മരിച്ചേ പറ്റൂ. മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്റെയും നിങ്ങളുടെയും തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വലിയ സത്യം തന്നെയാണ്. ഇവൻ മർത്യനാണ്, ഇവൻ മർത്യയാണ് എന്നുള്ളത്. നാം ദൈവത്തിന്റെ വചനം പഠിച്ചാൽ വേദപുസ്തകം നിരവധി പ്രവചന വാക്യങ്ങളുടെ നിറഞ്ഞു നിൽക്കുന്നു. ഏറ്റവും ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത് മരണത്തെ കുറിച്ചുള്ളതാണ്. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. യഹോവയായ ദൈവം തന്നെയാണ് പറഞ്ഞത്, ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരു പ്രവചനമാണ്, സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകം തുടങ്ങുന്നത് മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വേദപുസ്തകം അവസാനിപ്പിക്കുന്നതോ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 2ാം മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തള്ളിയിടപ്പെടുന്ന ആ നിത്യ യാതനാസ്ഥലത്തെ, ആ അനുഭവത്തെ 2ാം മരണമെന്ന് തിരുവെടുത്ത് വിശേഷിപ്പിക്കുന്നു. ഇതിനിടയ്ക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് മരണം എന്തുകൊണ്ട് ഒരു യാഥാർത്ഥ്യമായി, മരണത്തിനപ്പുറത്ത് എന്താണ് ഒരവസ്ഥയുള്ളത്, ആ അവസ്ഥയിൽ നമുക്ക് ശോഭനമായ ഭാവിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് ഇത്യാദി കാര്യങ്ങളെല്ലാം വർണ്ണിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിളിലെ മരണത്തെ കുറിച്ചുള്ള സത്യങ്ങൾ മുഴുവൻ വർണ്ണിക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളിൽ സാധ്യമല്ല എന്നുള്ളത് ഞാനും നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. വിശുദ്ധ വേദപുസ്തകം 3 വിധത്തിലുള്ള മരണങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. അതിനെയാണ് മനുഷ്യന്റെ പാപ അവസ്ഥ എന്ന് പറയുവാൻ കഴിയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥ. എഫേസ്യരുടെ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്കുകൾ അങ്ങനെയാണ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, മർത്യൻ എന്ന പേര് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ആത്മീയമായി മരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ വെളിച്ചം കണ്ട് ജീവിതം ആരംഭിക്കുന്നത്. ആത്മീയമായ മരണം തിരുവെടുത്ത് പറയുന്നത് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ആ കാര്യത്തിൽ ജാതി വ്യത്യാസമൊന്നുമില്ല, ആ കാര്യത്തിൽ സഭാ വ്യത്യാസമൊന്നുമില്ല, ആ കാര്യത്തിൽ നാട് ഏതൊക്കെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഇന്ന് ഞാൻ ഓർമ്മിക്കട്ടെ, ഈ ശരീരത്തിന്റെ ചുറ്റുമിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യവർഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവെടുത്ത് പറയുന്നു, എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. ആത്മീയമായ മരണം. രണ്ടാമത്തേത് തിരുവെടുത്ത് പറയുന്നത് ഇത്തരം മരണങ്ങളാണ്. ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട്, ശാരീരികമായ മരണം എന്നതിനെ പറയാം. ഞാൻ ഓർപ്പിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇതുവഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. ഇതിനപ്പുറത്തൊരു മരണത്തെ കുറിച്ചും തിരുവെടുത്ത് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിച്ചു. 2ാമത്തെ മരണം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. നിത്യമരണം എന്ന് പറയാം. ഈ മരണങ്ങളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, 1 Corinthians 15-ാം അധ്യായത്തിൽ ഒരു വലിയ സ്ലോഗനുണ്ട്, ഒരു വലിയ മുദ്രാവാക്യമുണ്ട്. ദൈവമക്കൾ പാടുവാൻ പോകുന്ന ഒരു വലിയ മുദ്രാവാക്യം അതിങ്ങനെയാണ്, ഹേ മരണമേ നിന്റെ ജയമെവിടെ. പ്രിയപ്പെട്ടവരെ പറയട്ടെ, മർത്യനാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ മരണത്തിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ദൈവവചനത്തിന്റെ ആലോചനയായി എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ആത്മീയമായ മരണത്തിൽ നിന്ന് വിടുതലുണ്ട്. അതിനെ രക്ഷിക്കപ്പെടുക എന്നോ പാപമോചനമെന്നോ വിശേഷിപ്പിക്കാം. ശാരീരികമായ മരണത്തിൽ നിന്ന് വിടുതലുണ്ട്. അത് മരിച്ചടക്കപ്പെട്ടാലും ഉയർപ്പിക്കപ്പെടുന്ന പുനരുത്ഥാന ശരീരത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിത്യമായ നരകത്തിൽ നിന്നുള്ള വിടുതലിനെ 2ാം മരണത്തിൽ നിന്നുള്ള മോചനം എന്ന് വിശേഷിപ്പിക്കാം. ഇതൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമേ പറയുവാൻ സാഹചര്യം അനുവദിക്കുന്നുള്ളൂ. വേഗത്തിൽ മുൻപോട്ട് പോയി അവസാനിപ്പിക്കട്ടെ. മരണം, മർത്യൻ
ഈ പേര് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മരണത്തിൽ ഒരു നീക്കുപോക്കുണ്ട്. അതാണ് സ്വർഗത്തിലെ ദൈവമൊരുക്കിയ രക്ഷാമാർഗം എന്ന് പറയുന്നത്. ഞാൻ വായിച്ച സങ്കീർത്തനത്തിലെ വാക്യങ്ങളിൽ രണ്ടാമത്തെ പദം ഞാൻ ഒന്ന് എടുത്ത് ആവർത്തിക്കട്ടെ. മർത്യനെ നീ ഓർക്കേണ്ടതിന്. മരണത്തിന് വിധേയപ്പെട്ട മനുഷ്യനെ ദൈവം ഓർത്തു എന്നുള്ളതാണ് അനുഗ്രഹീതമായ ദൈവവചനത്തിന്റെ സന്ദേശം. സുവിശേഷത്തിന്റെ കാതലതാണ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ഇതര സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവൻ മർത്യനായി തീർന്നു. മരണം മനുഷ്യ ജീവിതത്തിൽ പ്രവേശിച്ചു. പക്ഷേ അവനെ തള്ളിക്കളയാതെ അവനെ മർത്യാവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മർത്യനെ ഓർത്തു എന്നുള്ളതാണ് അനുഗ്രഹീതമായ സുവിശേഷത്തിന്റെ സന്ദേശം. പ്രിയപ്പെട്ടവരെ പറയട്ടെ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അങ്ങനെ തുടരുവാൻ ആഗ്രഹിക്കാത്ത ദൈവം പാപത്തിന് ഒരു നീക്കുപോക്കൊരുക്കിക്കൊണ്ട് എന്നെയും നിങ്ങളെയും മരണത്തിന്റെ മേൽ ജയമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഓർത്തു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. മർത്യനെ നീ ഓർത്തു, ദൈവം എന്നെ ഓർത്തു. ഈ പ്രിയ വേദിച്ചായനെ ദൈവം ഓർത്തു.